നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഭാവിയിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. ദൈവം ഒരിക്കലും പ്രകൃതിയോട് ചതുരംഗം കളിക്കില്ല. അപ്പോൾ ബോർ തിരിച്ചു ചോദിക്കുന്ന ദൈവം ഐൻസ്റ്റൈനോട് ചോദിച്ചിട്ടാണ് മൂവ്സ് നടത്തുന്നത്. അകത്തുള്ള ക്ലോക്കിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലാബിലുള്ള ക്ലോക്കിനെ സമയം നോക്കിയിട്ടാണ്. കാരണം തുടക്കത്തിൽ രണ്ടും കൂടി സിഗ്നൽ ചെയ്തു. അവിടെയാണ് ബോറ് മനുഷ്യനെ പ്രവർത്തിച്ചത്. ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഇതുവരെയും പുരോഗതി വന്നിട്ടില്ല. വെദർ ക്വാണ്ടം മെക്കാനിക്സ് കംപ്ലീറ്റ് ഓർ നോട്ട്. അവിടെയാണ് ഡേവിഡ് ബോമും ജെ കൃഷ്ണമൂർത്തി തമ്മിലുള്ള സംവാദം വരുന്നത്. നമ്മൾ ഒരു വസ്തുവിനെ നിരീക്ഷിക്കുന്നത് തന്നെ അതിൻ്റെ സ്ഥാനത്തിന് വ്യതിയാനം സംഭവിക്കാൻ കാരണമാകുമോ? നമുക്ക് ഇന്ന് വിചിത്രമെന്ന് തോന്നുന്നത് നാളത്തെ സാങ്കേതിക വിദ്യയായി മാറുമോ? നമ്മളും പ്രപഞ്ചത്തിൻ്റെ ഭാഗമായതുകൊണ്ട് പ്രപഞ്ചത്തെ നിരീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഈ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് എന്താണ്? നമസ്കാരം. സയൻസ് ടോക്കിൻ്റെ 60ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. (2025) ക്വാണ്ടം മെക്കാനിക്സിന്റെ 100ാം വർഷമായി യുനെസ്കോയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ആചരിക്കുകയാണ്. എന്നാൽ 2023 തന്നെ കേന്ദ്ര സർക്കാർ അടുത്ത 8 വർഷത്തേക്ക് 6003.65 കോടി രൂപ വകയിരുത്തി നാഷണൽ ക്വാണ്ടം മിഷൻ ലോഞ്ച് ചെയ്തു. ഏറ്റവും സങ്കീർണമെന്ന് കരുതപ്പെടുന്ന ശാസ്ത്രശാഖയായ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഇതുവരെയുള്ള ചരിത്രം ഇന്ത്യൻ ഫിലോസഫിയുമായി എത്രമാത്രം ചേർന്ന് നിൽക്കുന്നു? യുനെസ്കോയും കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നത് എന്തൊക്കെ? ഇതെല്ലാം ഏറ്റവും ലളിതമായി നമ്മോട് വിശദീകരിച്ചു തരാൻ പ്രൊഫസർ VPN നമ്പൂരിയാണ് ഇന്നത്തെ അതിഥി. സയൻസ് ടോക്കിലേക്ക് സ്വാഗതം സർ. ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ 100ാം വർഷം ശാസ്ത്രജ്ഞരല്ല യുനെസ്കോ തന്നെ ആചരിക്കാൻ പ്രഖ്യാപിച്ചതിലൂടെ എന്താണ് ലോകം ലക്ഷ്യമിടുന്നത്? അതുപോലെ തന്നെ ഇന്ത്യ ഒരു മുന്നേ തന്നെ 2023 ഇതിനുള്ള വർഷമായി തിരഞ്ഞെടുത്തത് എന്താണ്? ഇതിലൂടെ എന്താണ് യുനെസ്കോയും ഇന്ത്യയും ലക്ഷ്യമിടുന്നത്? ആദ്യമായി തന്നെ പറയട്ടെ, ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ 100ാം വർഷം ആഘോഷിക്കാൻ ആഗോളതലത്തിൽ യുനെസ്കോ അഭിപ്രായപ്പെടുമ്പോൾ ഏഷ്യാനെറ്റ് ഇതുപോലൊരു പ്രോഗ്രാം സയൻസ് ടോക്ക് വഴി പ്രക്ഷേപണം ചെയ്യാൻ ഒരുങ്ങിയത് തന്നെ നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ആദ്യത്തെ ഈ തരത്തിലൊരു പ്രോഗ്രാം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 1925-30 കാലഘട്ടങ്ങളിലാണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഇന്ന് നാം കാണുന്ന വിധത്തിൽ പുരോഗമിച്ചത്. അന്ന് ഭൂരിപക്ഷം ആൾക്കാരും ഇതിനൊരു ഭൗതിക വ്യായാമം മാത്രമായിട്ടാണ് കണ്ടത്. ഇപ്പോൾ പോലും മിക്കവാറും ആൾക്കാർ ഇങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. ഉദാഹരണത്തിന് കോളേജുകളിൽ BSc ഫിസിക്സ് പഠിക്കാനായിട്ട് കുട്ടികൾ ചെല്ലുമ്പോൾ അധ്യാപകർ തന്നെ പറയാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഉപയോഗമില്ലാത്ത വിഷയം പഠിക്കുന്നത്? ITയോ അല്ലെങ്കിൽ എൻജിനീയറിങ്ങിനോ എന്തെങ്കിലും പോയിക്കൂടെ എന്ന്. ഈ 21ാം നൂറ്റാണ്ടിൻ്റെ 3ാം ദശകം മുതൽ ഇതിന് മറുപടി കൊടുക്കുന്നത് എത്രമാത്രം പ്രയോജനമുള്ള കാര്യമാണ് ക്വാണ്ടം മെക്കാനിക്സ് സാധാരണ ആൾക്കാർക്കും അതുപോലെ തന്നെ രാജ്യത്തിനും സമൂഹത്തിനും നൽകുന്നതിനുള്ള തെളിവുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ 1962 വിക്രം സാരാഭായി സ്പേസ് സയൻസ് തുടങ്ങി തുമ്പയിൽ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം സ്ഥാപിച്ചപ്പോൾ ഈ ഭാരതത്തിലെ മിക്കവാറും എല്ലാവരും പറഞ്ഞു ഇത് വെറും പണം കളയാനുള്ള കാര്യമാണ്, ഇതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകില്ല എന്ന്. എന്നാൽ വിക്രം സാരാഭായിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും കേന്ദ്ര സർക്കാരും അതിന് വകവെക്കാതെ മുൻഗണന നൽകി ഇഷ്ടം പോലെ സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ കാണുന്ന ഇൻ്റർനെറ്റും മറ്റും ഉണ്ടാകുന്നത്. അല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കൂ, അന്ന് വിക്രം സാരാഭായി ചെയ്തില്ലായിരുന്നെങ്കിൽ നാം എവിടെ ചെന്ന് നിൽക്കുമായിരുന്നെന്ന്. അതുതന്നെയാണ്
അറ്റോമിക് എനർജി കമ്മീഷനിൽ ഭാവയെക്കുറിച്ച് പറഞ്ഞത്. അതുതന്നെയാണ് ഇപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്സിനെ കുറിച്ച് പറയുന്നത്. സ്പേസ് സയൻസിലും അറ്റോമിക് എനർജിയിലും നാം ധാരാളം പുരോഗമിച്ചു കഴിഞ്ഞുവെങ്കിൽ തന്നെയും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിഞ്ഞുള്ളത് ഈയിടെയുള്ള പരീക്ഷണങ്ങളൊക്കെ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് വളരെ നേരത്തെ തന്നെ ചെയ്യാമായിരുന്നു. ഇതുതന്നെയാണ് ക്വാണ്ടം മെക്കാനിക്സിന് ഇത്തരമൊരു അപകടം ക്വാണ്ടം മെക്കാനിക്സിലും ക്വാണ്ടം ടെക്നോളജിക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് 1923 മുതൽ 30 വരെയുള്ള കാലഘട്ടം ഭാരതത്തിൽ ക്വാണ്ടം മെക്കാനിക്സിൻ അധിഷ്ഠിതമായിട്ടുള്ള ടെക്നോളജിക്ക് കൂടുതൽ ധനസഹായം നൽകുകയും അതിന് ശാസ്ത്രജ്ഞരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. 2023 അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്ററും അതുപോലെ തന്നെ ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയും സംയുക്തമായിട്ട് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഭാഗമായ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് ഉപയോഗിച്ച് ഫ്രീ സ്പേസിൽ കൂടി, അന്തരീക്ഷത്തിൽ കൂടി എൻക്രിപ്റ്റഡ് മെസ്സേജ് ഏകദേശം 300 മീറ്റർ അകലെയുള്ള ഈ 2 പരീക്ഷണശാലകൾ തമ്മിൽ വാർത്താവിനിമയം സാധിച്ചത്. യഥാർത്ഥത്തിൽ 2021 തന്നെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ISROയും കൂടി സംയുക്തമായിട്ട് ഭാരതത്തിൽ ആദ്യമായിട്ട് ഈ ക്വാണ്ടം ക്രിപ്റ്റോളജി ഉപയോഗിച്ച് വാർത്താവിനിമയം സാധ്യമാണെന്ന് തെളിയിച്ചിരുന്നു. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഭാരതം 6000 കോടിയിൽ പരം രൂപ ഈ ഗവേഷണ വിഷയത്തിനു വേണ്ടി മാറ്റിവെച്ചത്. ഒന്ന് മധ്യപ്രദേശിലും പൂനെയിലുമുള്ള ഡിഫൻസ് ലബോറട്ടറികളിൽ സ്പെഷ്യലായിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ പഠിക്കു വേണ്ടിയും, അതുപോലെ തന്നെ പൂനെയിലെ ഡിഫൻസ് DRDO മിനിസ്ട്രിയിൽ അവിടെ കുട്ടികൾക്ക് ഈ വിഷയത്തിൽ അഭിരുചി വളർത്താൻ വേണ്ടി MTech ലെവലിലും PhD ലെവലിലും ഗവേഷണ പഠനങ്ങൾ നടത്താൻ സൗകര്യം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്വാണ്ടം ടെക്നോളജിയിൽ ഏറ്റവും കൂടുതൽ നേതൃത്വം കൊടുക്കുന്നത് പ്രൊഫസർ ഉണ്ണികൃഷ്ണനാണ്. അദ്ദേഹം മലയാളിയാണ്. സയൻസ് ടോക്കിന്റെ പ്രഥമ എപ്പിസോഡ് സയൻസ് ടോക്കിലെ പ്രഥമ എപ്പിസോഡിലുണ്ടായിരുന്നു. UC കോളേജിൽ പഠിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ഉന്നത നിലവാരത്തിലേക്ക് എത്തിയത്. അതുപോലെ അന്താരാഷ്ട്ര പരീക്ഷണമായ ഗ്രാവിറ്റേഷണൽ വേവ്സിൻ്റെ ഡിറ്റക്ഷൻ അതിൽ ഭാരതത്തിനെ നയിച്ചത് പ്രൊഫസർ ഉണ്ണികൃഷ്ണനായിരുന്നു. ഇതുപോലെ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിലാണ് ഭാവിയിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് നമ്മളെ സഹായിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സാർ, ഇതിനകത്ത് കുറച്ച് ഈ സ്റ്റാർട്ടപ്സുകളൊക്കെ ഈ രംഗത്ത് വന്നിട്ടുണ്ടല്ലോ. അവർ കേന്ദ്ര സർക്കാർ തന്നെ അവരെ പ്രൊമോട്ട് ചെയ്ത പല ആർട്ടിക്കിളും കണ്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചുകൂടെ പറയാമോ അവരുടെ? കാരണം ഇതിനകത്ത് എന്തൊക്കെ സ്റ്റാർട്ടപ്പുകൾക്ക് സാധ്യതകളുണ്ട്? 1, 2, 3 സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിൽ തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഭാവിയിൽ ധാരാളം സ്റ്റാർട്ടപ്പിനുള്ള ഒരു സാധ്യതയും ഇതിലുണ്ട്. കാരണം നമ്മുടെ സാങ്കേതിക ശാസ്ത്രത്തിലെ വിവിധ വിഷയങ്ങളെ സംയുക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ക്വാണ്ടം ടെക്നോളജി ആവിഷ്കരിക്കാൻ പോകുന്നത്. ഉദാഹരണത്തിന് സീഡോട്ടും NPLും കൂടി സംയുക്തമായിട്ട് ഓപ്റ്റിക്കൽ ഫൈബർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ എൻക്രിപ്റ്റഡ് മെസ്സേജ് അയക്കാനായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇതുപോലെ ഓപ്റ്റിക്കൽ ഫൈബർ ടെക്നോളജി, അതുപോലെ തന്നെ ധാരാളം സെൻസർ ടെക്നോളജി, ഇതൊക്കെ ഇതിൻ്റെ അനുബന്ധ വിഷയങ്ങളായി സ്റ്റാർട്ടപ്പുകളായിട്ട് ഈവൻ കോളേജുകളിലും സർവകലാശാലകളിലും ഒരു സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിക്കാൻ ഉപയോഗമുള്ളതാണ്. ഇതിനുവേണ്ടി തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇത്രമാത്രം 6000 കോടി രൂപ നീക്കിവെച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ത്യയിലെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ ഒരു വിഹിതം കൊടുത്തിട്ടുണ്ട്. കേരളത്തിന് ഏകദേശം 20 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഇത്രയും കുറവ്? കാരണം കേരളമാണ് ഇന്ത്യയിലെ ഇപ്പോൾ ആദ്യത്തെയും ഏകവും ഹാർഡ്വെയർ പാർക്ക് സ്ഥാപിച്ചേക്കുന്നത് കേരളത്തിലാണ്.
എന്നിട്ടും കേരളത്തിൽ ഇത്രയധികം ഗവേഷണ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്ര കുറവ്? കേരളത്തിൽ ആ, 2 ടെക്നോ പാർക്കുകളുണ്ട്. കൊച്ചിയിലുമുണ്ട്, ട്രിവാൻഡ്രത്തുമുണ്ട്. തിരുവനന്തപുരത്തുണ്ട്. അവിടെ നടക്കുന്ന ഗവേഷണ പഠന വിഷയങ്ങൾ IT, കമ്പ്യൂട്ടർ അധിഷ്ഠിത, മെയിൻലി അതാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ. എന്നാൽ ഒരു ക്വാണ്ടം ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പഠനശാഖ ഇതുവരെയും കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. ഇതിനേറ്റവും സാധ്യതയുള്ളത് ഈ അടുത്തുള്ള ടെക്നോ പാർക്കിലുള്ള ഡിജിറ്റൽ സർവകലാശാലയ്ക്കും അതുപോലെ തന്നെ പാലക്കാട് IITക്കുമാണ്. ഭാവിയിൽ ഈ 2 സ്ഥാപനങ്ങൾക്കും ഈ വിഷയത്തിലേക്ക് കൂടുതൽ കുട്ടികളെ ആകർഷിക്കാനും ഗവൺമെൻറ്റിൽ നിന്ന് കൂടുതൽ ധന വിനിയോഗത്തിന് വേണ്ടി അനുവദിക്കാനുള്ള സാധ്യതയുണ്ട്. കുസാറ്റിൽ പഠനങ്ങൾ നടക്കുന്നില്ല. കുസാറ്റിൽ പോലും ഇതിനു വേണ്ടിയുള്ള പഠനം നടന്നിട്ടില്ല. പക്ഷേ സൈദ്ധാന്തികമായിട്ടുള്ള തിയറട്ടിക്കൽ സ്റ്റഡീസൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിലോ അങ്ങനെ ഒരു തലത്തിലേക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത്ര പുരോഗതി പ്രാപിച്ച ഒരു മോഡേൺ ടെക്നോളജി മിഷനിൽ ഇതുവരെയും പരമ്പരാഗതമായിട്ടുള്ള നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തിലേക്ക് അത് അരിച്ചു ചെന്ന് ഇറങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വാസ്തവം. നമ്മുടെ കേരള സർവകലാശാല, MG സർവകലാശാല, കുസാറ്റ് ലോകോത്തര ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയാണ്. എന്നിട്ട് അതിന് കാരണം നമുക്ക് തിരുവനന്തപുരം അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ഇവർക്കൊന്നും ഇതിന്റെ വിഹിതം കൊടുത്തതായിട്ട് കാണുന്നില്ല. അതിന് കാരണം ഈ സർവകലാശാലകളൊന്നും അവരുടെ ഗവേഷണ പഠന വിഷയങ്ങളെല്ലാം ഒന്നുകിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നടക്കുന്ന നാനോ ടെക്നോളജി അങ്ങനെയുള്ളതിലേക്കാണ്. ശരിക്ക് ക്വാണ്ടം മെക്കാനിക്സിലേക്ക്, ക്വാണ്ടം അധിഷ്ഠിത വർക്കിലേക്ക് വരാത്തതിനുള്ള ഒരു കാരണം കുട്ടികളുടെ PG കോളേജ് പഠന സമയത്ത് ക്വാണ്ടം മെക്കാനിക്സ് പഠിപ്പിക്കാനും അതിൻ്റെ ആ പ്രയോജനങ്ങൾ മനസ്സിലാക്കാനും ആയിട്ടുള്ളൊരു അറിവ് പകർന്ന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. സർ, ഇതിന്റെ ചരിത്രത്തിലേക്ക് വന്ന ഈ ക്വാണ്ടം ബലതന്ത്രത്തിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ ഈ 1900-ലാണ് മാക്സ് പ്ലാങ്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷനിലൂടെ H എന്നുള്ള യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് മുന്നോട്ട് വെക്കുകയും ഈ ക്വാണ്ടം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരികയും ചെയ്തത്. 1905-ൽ ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് സിദ്ധാന്തമൊക്കെ വന്നു. അപ്പോൾ അതിലവിടെയാണ് തുടക്കം വരുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 1925 ക്വാണ്ടം മെക്കാനിക്സ് തുടക്കമായതെന്ന് നമ്മൾ ആചരിക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. പകുതി മുക്കാലും ആൾക്കാർക്ക് ഈ സംശയം ഉള്ളതുമാണ്. 1895-ൽ പ്രസിദ്ധനായ ലോർഡ് കെൽവിൻ പറയുകയുണ്ടായി, ഇനി ഫിസിക്സിൻ്റെ ഭാവി പോയി, ഇനി ഒന്നും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കംപ്ലീറ്റ് ആയി, നമുക്കറിയാവുന്ന എല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോഴാണ് 1900-ൽ മാക്സ് പ്ലാങ്ക് അദ്ദേഹത്തിൻ്റെ ക്വാണ്ടം സിദ്ധാന്തമായിട്ട് മുമ്പിൽ വന്നത്. 1860 ശേഷം ഭൗതികശാസ്ത്രം വികസിച്ചു എങ്കിലും അത് ന്യൂട്ടോണിയൻ ഫിസിക്സിൽ അധിഷ്ഠിതമായിരുന്നു. കാരണം പദാർത്ഥം എന്ന് പറഞ്ഞൊരു കണ്ടിന്യൂസ് ആയിട്ടൊരു സംഭവമാണ്. അതുപോലെ തന്നെ സ്പേസും ടൈമും അബ്സല്യൂട്ടാണ്. എന്നാൽ കെമിസ്ട്രിയിൽ ഡാൾട്ടൺ ആണ് ആദ്യമായിട്ട് ഒരു സങ്കല്പന ചെയ്ത ഹൈപ്പോത്തസിസ്. പദാർത്ഥങ്ങൾക്ക് ഘടനയുണ്ട്, ആറ്റങ്ങളുണ്ട്. ആ ആറ്റത്തിൽ അധിഷ്ഠിതമായി അദ്ദേഹം ധാരാളം പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി സിദ്ധാന്തങ്ങൾ രൂപവൽക്കരിച്ചു. അങ്ങനെയാണ് കെമിസ്ട്രി ഭയങ്കരമായിട്ട് പുരോഗമിച്ചു. എങ്കിലും ഫിസിക്സുകാർ ഒരിക്കലും ഈ ഡാൾട്ടൻ്റെ സിദ്ധാന്തത്തെ അംഗീകരിച്ചില്ല. 1860-ലാണ് ഒരു ഊർജ്ജതന്ത്രജ്ഞൻ ബോൾട്സ്മാൻ ആദ്യമായിട്ട് പറഞ്ഞത്, എന്തുകൊണ്ടാണ് ഒരു വസ്തു ചൂടാക്കുമ്പോൾ വസ്തുവിന് ചൂട് കൊടുക്കുമ്പോൾ അത് ചൂടാകുന്നത് എന്തുകൊണ്ടാണ്? ചൂടാകുന്നതിന് കാരണം അതിൽ ഉള്ള എലമെൻറ്റ്സ്, അതിൻ്റെ കൈനറ്റിക് എനർജി കൂടുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഊർജ്ജമാണ് താപമായിട്ട് വരുന്നതായിരുന്നു. അപ്പോൾ പദാർത്ഥങ്ങൾക്ക് അതിന് അന്തർഘടനയുണ്ട്. പക്ഷേ ഇത് അദ്ദേഹത്തെ ആരും അംഗീകരിച്ചില്ല, അദ്ദേഹത്തെ വേർപെടുത്തുകയായിരുന്നു. ആ സമയത്താണ് മറ്റ് ചില കണ്ടുപിടുത്തങ്ങൾ, അതായത് ഒരു കൽക്കരി
അല്ലെങ്കിൽ ഒരു ഇരുമ്പ് തന്നെ നമ്മൾ ചൂടാക്കിയാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന തീക്ഷ്ണമായിട്ടുള്ള പ്രകാശം ചൂട് കൂടുന്നതനുസരിച്ച് തന്നെ കളർ മാറി മാറി വരുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ചില വസ്തുക്കളിൽ പ്രകാശം വീഴുമ്പോൾ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാകുന്നത് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. അതുപോലെ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, അത് ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ഇതിലായിരുന്നു. ടെമ്പറേച്ചർ കൂടുന്തോറും അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം കുറഞ്ഞ് കൂടുതൽ ഷോർട്ടർ വേവിലേക്ക് പോകും. പല ശാസ്ത്രജ്ഞരും അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് ആർക്കും ഇതിന് ഒരു സൊല്യൂഷൻ കിട്ടിയില്ല. അപ്പോഴാണ് തെർമോഡൈനാമിക്സിലെ ഒരു ക്ലാസിക്കൽ പാരമ്പര്യമനുസരിച്ചുള്ള പഠനം നടത്തിയ മാക്സ് പ്ലാങ്ക്, അദ്ദേഹം ഈ ഒരു പ്രശ്നം ഏറ്റെടുത്തത്. മാക്സ് പ്ലാങ്കും ഇതുപോലെ ധാരാളം പഠനങ്ങൾ നടത്തിയെങ്കിലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോഴെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ആദ്യം ഒരു ബ്ലാക്ക് ബോഡിയെക്കുറിച്ച് അദ്ദേഹം ഒരു നിർവചനം കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം എല്ലാ പ്രകാശത്തിൻ്റെ നിറങ്ങളും തരംഗദൈർഘ്യങ്ങളും ആഗിരണം ചെയ്യുകയും വേണം, ചൂടായി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വിടുകയും വേണം. അപ്പോൾ സാധാരണ വസ്തുക്കളൊന്നും അങ്ങനെ അതിന് കഴിവില്ല. അതുകൊണ്ട് അദ്ദേഹം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത ഒരു മെറ്റാലിക് ബോളിൽ ചെറിയൊരു സുഷിരം ഉണ്ടാക്കിയിട്ട് ആ സുഷിരത്തിൽ കൂടി ലൈറ്റ് പോയാൽ എല്ലാ ലൈറ്റും എല്ലാത്തേക്ക് ഇടും. അപ്പോൾ തന്നെ ആ സുഷിരത്തിൽ നേരെ ബാക്കിലുള്ള ആ ഗോളത്തിൻ്റെ ഭാഗം ചൂടാക്കിയാൽ അതിനുള്ള പ്രകാശം എല്ലാം അപ്പുറം പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ ആ സുഷിരം കണ്ടു കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് ബോഡിയിൽ നമുക്ക് തോന്നും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിൻ്റെ സ്പെക്ട്രം വർണ്ണരാജിയാണ് വിവരിക്കാനായിട്ട് പ്ലാങ്ക് ശ്രമിച്ചത്. എത്ര ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ഒരു വഴിയും കിട്ടിയില്ല. അവസാനം സഹിക്കട്ട് ബോൾട്സ്മാൻ്റെ ഫോമുല, കൈനറ്റിക് എനർജിയും ഊർജവും ടെമ്പറേച്ചറും തമ്മിലുള്ള ആ ഒരു ബന്ധിപ്പിക്കുന്ന ഇക്വേഷൻ, എൻട്രോപ്പി എന്ന് പറയുന്നൊരു പാരാമീറ്ററും കൊടുത്തിരുന്നു. ഇത് മനസ്സോടെയാണ് മാക്സ് പ്ലാങ്ക് ബോൾട്സ്മാൻ്റെ ഈ സിദ്ധാന്തം എടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ പ്രകാശം വസ്തുവിൽ തട്ടിയാൽ ആ വസ്തുവിൽ ധാരാളം കമ്പനങ്ങളുണ്ട്, ഓസിലേഷൻസ് ഉണ്ട് പല ഫ്രീക്വൻസിയിൽ. അപ്പം ആ ഫ്രീക്വൻസിയോട് ഒരുപോലെ ഇരിക്കുന്ന പ്രകാശരശ്മി മാത്രമേ അത് ആഗിരണം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പുറപ്പെടുവിക്കുള്ളൂ. അങ്ങനെ ഒരു ക്വാണ്ടൈസ്ഡ് ഫോമിലാണ് പദാർത്ഥങ്ങൾ പ്രകാശത്തിന് ആഗിരണം ചെയ്യുന്നത്. എന്നാൽ പ്രകാശം സഞ്ചരിക്കുന്നത് ക്വാണ്ടൈസ്ഡ് അല്ലാതാനും. അങ്ങനെയാണ് പ്ലാങ്ക് വിചാരിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹം പദാർത്ഥങ്ങളുമായി പ്രകാശരശ്മി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ കൈമാറ്റം ഒരു എനർജി പാക്കറ്റ് പോലെയാണ്. ആ എനർജി പാക്കറ്റിൻ്റെ അളവ് അത് ആ പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിക്ക് അതിന് ആനുപാതികമായിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ എനർജി എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് പ്രസിദ്ധമായ പ്ലാങ്ക് സ്ഥിരാങ്ക മൂല്യമാണ്. വളരെ ചെറുതാണ്. എച്ച് എന്ന് പറയുന്നത് 10⁻34 ജൂൾ സെക്കൻഡ്. അതുകൊണ്ട് സാധാരണഗതിയിൽ അത്ര വലിയ ദൈനംദിന ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനം ചെലുത്തില്ല. പക്ഷേ സൂക്ഷ്മതലത്തിൽ ചെല്ലുമ്പോൾ പ്ലാങ്ക് കോൺസ്റ്റന്റ് വളരെ സ്വാധീനം ചെലുത്തുന്നു. ഒരു 5 വർഷക്കാലം ആരും പ്ലാങ്കിൻ്റെ ഈ സിദ്ധാന്തം ആരും ശ്രദ്ധിച്ചില്ല. അപ്പോഴാണ് 1905 ആൽബർട്ട് ഐൻസ്റ്റൈൻ, 26 വയസ്സുകാരനായ ഒരു പാറ്റന്റ് ക്ലർക്ക്, അദ്ദേഹത്തിൻ്റെ മാന്ത്രിക വർഷം എന്ന് പറഞ്ഞാൽ 1905 3 വ്യത്യസ്ത മേഖലകളിലെ സിദ്ധാന്തങ്ങൾ. ഒന്ന്, ബ്രൗണിയൻ ചലനം ഉപയോഗിച്ച് തന്മാത്രകളുടെയും ആറ്റത്തിൻ്റെയും യാഥാർത്ഥ്യം തെളിയിച്ചത്, അങ്ങനെ ഡാൽട്ടനെ സാധൂകരിച്ചത് ഒന്ന്. 2, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, അതിനെ വിവരിക്കുന്ന സൂത്രവാക്യം കണ്ടെടുത്തത്. 3, ഏറ്റവും പ്രസിദ്ധമായത് അദ്ദേഹത്തിൻ്റെ വൈശേഷിക ആപേക്ഷിക സിദ്ധാന്തം അല്ലെങ്കിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അതിൻ്റെ ഒരു ഫോർമുലയാണ് E=mc², എനർജിയും മാസും തമ്മിലുള്ള ഈക്വലൻസ്. ഇതിൽ
ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ അദ്ദേഹം എടുത്ത സങ്കല്പനം പ്ലാങ്ക് പറഞ്ഞതുപോലെ പ്രകാശം സഞ്ചരിക്കുന്നത് തരംഗരൂപത്തിലല്ല, അതിന് പ്രകാശം സഞ്ചരിക്കുന്നതും അതിങ്ങനെ കണികകളായിട്ടാണ്, ക്വാണ്ടമായിട്ടാണ്. അതിൻ്റെ ഓരോ ക്വാണ്ടത്തിൻ്റെയും എനർജി hν, പ്ലാങ്ക് പറഞ്ഞതുപോലെ തന്നെ. പിന്നീട് പിൽക്കാലത്താണ് ഇതിനെ ഫോട്ടോൺ എന്ന പേര് കൊടുത്തത്. അപ്പോൾ ഒരു ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണിക്കുന്ന വസ്തുക്കളിലെ ഇലക്ട്രോൺ അതിനകത്തുള്ള ആറ്റത്തിലും തന്മാത്രകളിലും ബൈൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ ആ ബൈൻഡ് ചെയ്യുന്ന എനർജിയെ അതിജീവിക്കാൻ പാകത്തിനുള്ള ഫോട്ടോൺ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ പുറത്തേക്ക് വരും. അപ്പോൾ ഫോട്ടോണിൻ്റെ എനർജി കൂടുതലാണെങ്കിൽ എക്സ്ട്രാ എനർജി മുഴുവൻ പുറത്തേക്ക് വരുന്ന ഇലക്ട്രോണിൻ്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. അതാണ് നമുക്ക് ഇലക്ട്രിക് കറണ്ടായിട്ട് കിട്ടുന്നത്. അതായത് മധ്യകാല 1860 ശേഷം വന്ന പ്രധാനപ്പെട്ട രണ്ട് സിദ്ധാന്തങ്ങളെ, രണ്ട് പിടികിട്ടാത്ത ആശയങ്ങളെയാണ് ഐൻസ്റ്റീൻ ഒറ്റയടിക്ക് തെളിയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ മാന്ത്രിക വർഷങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഐൻസ്റ്റീൻ പോലും ഈ ക്വാണ്ടൈസേഷൻ ഓഫ് എനർജി, ഫോട്ടോണിൻ്റെ അസ്തിത്വത്തിനെക്കുറിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല. 1913 നീൽസ് ബോറിൻ്റെ സങ്കല്പമാണ്. ഇലക്ട്രോണിന് അതിൻ്റേതായ സ്റ്റേഷനറി ഓർബിറ്റ്സ് ഉണ്ട്. ആസ് ലോങ് ആസ് ദ സ്റ്റേഷനറി ഓർബിറ്റ് അതിൻ്റെ ഊർജ്ജം നഷ്ടപ്പെടില്ല, അത് സ്റ്റേഷനറി ആയി. എന്നാൽ പുറത്തുനിന്ന് ഒരു ഊർജ്ജം കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ എക്സിറ്റ് ചെയ്തിട്ട് ഉയർന്ന തലത്തിൽ, അത് അതിൻ്റെ സ്വാഭാവിക തലം ആകാത്തതുകൊണ്ട് തിരിച്ച് താഴേക്ക് നിന്നിട്ട് ദെൻ ഇറ്റ് എമിറ്റ് റേഡിയേഷൻ ഫോട്ടോണായിട്ട്. അതുപോലെ തന്നെ ഇത് അബ്സോർബ് ചെയ്യുകയും ചെയ്യും, എമിറ്റ് ചെയ്യുകയും ചെയ്യും. അത്ഭുതമെന്ന് പറഞ്ഞിട്ട് എങ്കിലും ബോർ ആത്യന്തികമായിട്ട് ഫോട്ടോൺ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വിശ്വസിച്ചിരുന്നില്ല, പ്ലാങ്കിനെ പോലെ തന്നെ. ഈ സമയത്താണ് ഐൻസ്റ്റൈൻ 1917 ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ എങ്ങനെയാണ് താഴേക്ക് ഡി എക്സൈറ്റ് ചെയ്യുന്നത്. രണ്ട് പ്രത്യേക തരത്തിലുള്ള മെത്തഡാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് സ്പോണ്ടേനിയസ് ആയിട്ട്, പുറത്തുനിന്നുള്ള ഒരു ബലവുമില്ലാതെ, സ്വാധീനമില്ലാതെ ഇലക്ട്രോൺ സ്പോണ്ടേനിയസ് ആയിട്ട് എമിറ്റ് ചെയ്യും, സ്പോണ്ടേനിയസ് എമിഷൻ. രണ്ട്, അതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള ഫോട്ടോൺ വഴി എക്സൈറ്റ് ചെയ്ത ആറ്റത്തിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാം. ആ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് ആറ്റം ഡി എക്സൈറ്റ് ചെയ്യും. അതിന് സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്നാണ് പറയുക. അപ്പോൾ ഒരു ഫോട്ടോൺ, രണ്ട് ഫോട്ടോണിനെ, 2 ഫോട്ടോൺ, 4 ഫോട്ടോൺ, ഇങ്ങനെ സ്റ്റിമുലേറ്റഡ് എമിഷൻ വഴി ഫോട്ടോണിൻ്റെ എണ്ണം കൂടും. അങ്ങനെ പ്രകാശം സംസക്തികമായിരിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് ലൈറ്റ് ആംപ്ലിഫിക്കേഷൻ ബൈ സ്റ്റിമുലേറ്റഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഏകദേശം 40 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു പരീക്ഷണം വഴി തിയോഡോർ മെയ്മാൻ തെളിയിക്കുന്നത്, റൂബി ലേസർ. പിന്നീട് ഇത് കഴിഞ്ഞിട്ട് മുന്നേറ്റം വരുന്ന 1924 ലൂയിസ് ഡിബ്രോയ് ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ, അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രകൃതി ഇങ്ങനെ ദ്രവ്യ തരംഗ സ്വഭാവം പ്രകാശത്തിന് മാത്രം കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ് ദ്രവ്യത്തിന് തന്നെ അത് കൊടുക്കാത്തത് എന്നുള്ള ആർഗ്യുമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സൂത്രവാക്യം കണ്ടെത്തി പറഞ്ഞു, ദ്രവ്യത്തിനും ഒരു തരംഗ ഗുണമുണ്ട്, അതിനാണ് ദ്രവ്യ തരംഗം എന്ന് പറയുന്നത്. അപ്പോൾ പ്രകാശത്തിന് മാത്രമല്ല പദാർത്ഥങ്ങൾക്കും ഡ്യുവൽ പ്രോപ്പർട്ടി, ദ്വിത്വ സ്വഭാവം എന്ന് പറയും, ഡ്യുവൽ പ്രോപ്പർട്ടി ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് വേവ്സ്. ലൈറ്റിനും മാറ്ററിനും എല്ലാത്തിനും ഡ്യുവൽ നേച്ചർ ഓഫ് പാർട്ടിക്കിൾ ആൻഡ് വേവ്സ്. അതെ. അപ്പോൾ പ്രകൃതി ആരെയും പക്ഷാതം പിടിക്കുന്നില്ല അതിൻ്റെ അർത്ഥം. ഇങ്ങനെ ഒരു സിദ്ധാന്തം കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം പദാർത്ഥങ്ങളുടെ ഡൈനാമിക്സ് നമുക്ക് പ്രത്യേകിച്ച് വേറൊരു തലമായി, ന്യൂട്ടനെ പോലെ അല്ല. അങ്ങനെയാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു പഠനശാഖ ആവശ്യമായി വരുന്നത്. ആദ്യം മുൻകൈ എടുത്തത് ഹൈസൻബർഗ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ വെറുതെ അൺഒബ്സോർബിൾ, നിരീക്ഷിക്കപ്പെടാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരാവശ്യവുമില്ല. ഇലക്ട്രോണിനെ കാണാൻ പറ്റില്ല, ഇലക്ട്രോൺ ഓർബിറ്റിനെ കാണാൻ പറ്റില്ല, ആറ്റത്തിനെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? നമ്മൾ സംസാരിക്കേണ്ടത് അതിൽ നിന്ന് നമുക്ക്
കാണാൻ സാധിക്കുന്നത് എന്താണ്? അതിൽ നിന്ന് വരുന്ന പ്രകാശം, പ്രകാശത്തിൻ്റെ തീവ്രത, പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസി. ഇത് രണ്ടും പ്രകാശത്തിൻ്റെ ഇൻറ്റൻസിറ്റിയും പ്രകാശത്തിൻ്റെ ഫ്രീക്വൻസിയും മാത്രം കണക്കിലെടുത്ത് വേണം നമ്മളൊരു മെക്കാനിക്സ് രൂപീകരിക്കുന്നത്. അതുവരെ ഒരു തോട്ട് ലെവലിൽ അതൊരു സൈദ്ധാന്തികതലമായി ഇതിലേക്ക് കൊണ്ടുവന്നത് ഒബ്സർവേഷനിലേക്ക് ഒബ്സർവേഷണൽ ഇതിലേക്ക് കൊണ്ടുവന്നത് ഹൈസൻബർഗാണ്. പക്ഷെ അതിനൊരു ഭയങ്കര വില കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അദ്ദേഹം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൽ നിന്ന് വരുന്ന എല്ലാ പോസിബിൾ ഫ്രീക്വൻസിയുടെയും വിലകൾ ഒരു പ്രത്യേക പട്ടിക രൂപത്തിൽ എഴുതി. അങ്ങനെ 2 പട്ടിക എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ എ എന്ന് പറയുന്നൊരു പട്ടിക, ബി എന്ന് പറയുന്നൊരു പട്ടിക. അപ്പോൾ അതിനുവേണ്ടി നമ്മളതിന് അതിൻ്റെ ഒരു ഗണിതക്രിയ വേണം. അരിത്മെറ്റിക്സിലെ പോലെ അപ്പോൾ എ ഇൻറ്റു ബി നോക്കിയപ്പോഴാണ് എ ഇൻറ്റു ബി ഈസ് നോട്ട് ഈക്വൽ ടു ബി ഇൻറ്റു എ. രണ്ടും കമ്മ്യൂട്ട് ചെയ്യില്ല. ഉദാഹരണം 2 ഗുണം 3 6, 3 ഗുണം 2 6 തന്നെയാണ്. അത് കമ്മ്യൂട്ട് ചെയ്യും. പക്ഷേ ഇത് ഇത് മെട്രിക്സ് എന്ന് പറയുന്ന ഗുണമാണ്. മെട്രിക്സ് ഓൾജിബ്രയിൽ ഇതുപോലെ 2 മെട്രിക്സ് തമ്മിൽ കമ്മ്യൂട്ട് ചെയ്യില്ല. അതിനെ ഒരു ബ്രാക്കറ്റ് പോലെ എഴുതാം, കമ്മ്യൂട്ടേറ്റഡ് ബ്രാക്കറ്റ്. എ കോമ ബി ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഈസ് നോട്ട് ഈക്വൽ ടു 0. ഹൈസൻബർഗ് പ്രൂവ് ചെയ്തു എ ബി മൈനസ് ബി എ ഈസ് മിനിമം വാല്യൂ എന്ന് പറയുന്നത് s/2π ആണ് മിനിമം. അസമയം ഈക്വൽ ടു 0 അത് എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം, പൊസിഷൻ പി, മൊമെൻറ്റം പി, ഇതിനും ഇതുപോലെ മെട്രിക്സ് കാണാം. അപ്പോൾ പി എന്നൊരു മൊമെൻറ്റവും ക്യൂ എന്ന മൊമെൻറ്റവും എടുത്താൽ പി ഇൻറ്റു ക്യൂ ഈസ് നോട്ട് ഈക്വൽ ടു ക്യൂ ഇൻറ്റു പി. അപ്പോൾ പി ക്യൂ മൈനസ് ക്യൂ പി മൈനസ് പി ക്യൂ എന്ന് പറയുന്നത് മിനിമം ഈസ് ഈക്വൽ ടു s/2π. നമ്മൾ ഏതൊരു കാര്യം എടുത്തു കഴിഞ്ഞാലും ഏത് സാധാരണ ദൈനംദിന ജീവിതത്തിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു s/2π. ഇതിൻ്റെ ഏറ്റവും ഭയങ്കര ഒരു വിദൂരമായൊരു സ്വാധീനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസിഷൻ്റെയും മൊമെൻറ്റത്തിൻ്റെയും മെഷർമെൻറ്റിലെ എറർ ഡെൽറ്റ പി ഡെൽറ്റ ക്യൂ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. മിനിമം അൺസർട്ടനിറ്റി പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അത് s/2π ആയിരിക്കും. പൊസിഷൻ കൃത്യമായിട്ട് അറിഞ്ഞാൽ മൊമെൻറ്റം അറിയാൻ പറ്റില്ല, മൊമെൻറ്റം കൃത്യമായിട്ട് അറിഞ്ഞാൽ പൊസിഷൻ കൃത്യമായിട്ട് അറിയില്ല. ഇനി നമ്മൾ തിരിച്ചു ബോറിൻ്റെ മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ, ബോറിൻ്റെ ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ ആറ്റം വളരെ ഷാർപ്പായിട്ടുള്ള ഓർബിറ്റാണ്. അപ്പോൾ പൊസിഷൻ കൃത്യമായിട്ടുള്ള അറിയാം, അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഊർജ്ജം നമുക്കറിയില്ല അതിൻ്റെ. അങ്ങനെ ബോറിൻ്റെ ആ സങ്കല്പനം ശരിയല്ല എന്നല്ല. മാത്രമല്ല, എന്തുകൊണ്ടാണ് ബോറിന് സ്റ്റേഷനറി ഓർബിറ്റ് ഉണ്ടാകുന്നത്? അതൊരു സങ്കല്പനമായിരുന്നു. അതാണ് ഡീബ്രോയ് പറയുന്നത്. ഇലക്ട്രോണിന് തരംഗ ഗുണമുണ്ട്. അപ്പോൾ ഓരോ ഓർബിറ്റിലുമുള്ള ഇലക്ട്രോണിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം ഓർബിറ്റിൻ്റെ സർക്കംഫറൻസ്. അതിനിടയ്ക്കുള്ള ഒരു ഓർബിറ്റും ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. അതുകൊണ്ടാണ് ക്വാണ്ടൈസ്ഡ് എനർജി ലെവൽസ് വന്നത്. ഇപ്പോഴും ക്ലാസിക്കൽ മെത്തേഡ് ഓഫ് ഈ ബോറിൻ്റെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് കാരണം വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പക്ഷേ ശരിക്ക് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത് ബോറിൻ്റെ ആറ്റം മോഡൽ തെറ്റാണ് പറഞ്ഞാൽ അങ്ങനെ ഇലക്ട്രോൺ ഇങ്ങനെ ഒരു കൃത്യമായിട്ട് ഓർബിറ്റിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഹൈസൻബർഗ് പറഞ്ഞത്. ഹൈസൻബർഗ് പറഞ്ഞത് ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ന്യൂക്ലിയസിറ്റി ഒരു ക്ലൗഡ് ചാർജ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് എക്സൈറ്റേഷൻ നടക്കുന്നത്? ക്ലൗഡിൻ്റെ ഷേപ്പ് മാറും. ഇത് വേറൊരു കാര്യം കൂടി സോൾവ് ചെയ്തു. കാരണം ബോർ ആറ്റത്തിൽ ഒരു ഇലക്ട്രോൺ ഓരോ ഓർബിറ്റിൽ മറ്റേ ഓർബിറ്റിൽ എങ്ങനെയാണ് സർക്കസിൽ ട്രപ്പീസ് ചെയ്യുന്ന പോലെ ആൾക്കാർ ചാടി പിടിക്കുകയാണോ? അപ്പോൾ ഹൈസൻബർഗ് അങ്ങനെ ചാടിപ്പിടുത്തമൊന്നും ഈ സർക്കസൊന്നും അല്ല ഇലക്ട്രോൺ നടക്കുന്നത്. അതിൻ്റെ ചാർജിൻ്റെ ക്ലൗഡിന് ഷേപ്പിന് മാറ്റം വരിക, അത്രയേ ഉള്ളൂ. ആദ്യം ഒരു ഗോളം പോലെ, അല്ലെങ്കിൽ 2 ഡമ്പൽ പോലെ, അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ രൂപത്തിൽ, അങ്ങനെ വരുമ്പം ഊർജ്ജ വ്യത്യാസം വരും. ഇത് ഹൈസൻബർഗിൻ്റെ മെട്രിക്സ് ഉപയോഗിച്ചിട്ടുള്ള സിദ്ധാന്തം തന്നെയാണ് മെട്രിക്സ് മെക്കാനിക്സ് എന്ന് പറയുന്ന രൂപം. ഹൈസൻബർഗ് വരെ ഇതൊരു ഫിസിക്സ്, ഒരു തോട്ട് ലെവലിൽ മാത്രം നടന്നിരുന്ന ഒരു സയൻസ് ആയിരുന്നു. അപ്പോൾ ഹൈസൻബർഗിന്റെ ഈ മെട്രിക്സ് സിദ്ധാന്തം വന്നതോടെയാണ് ഇതിനൊരു ചലനാത്മകത, ഒരു ക്വാണ്ടം മെക്കാനിക്സ് എന്നുള്ള ക്വാണ്ടം മെക്കാനിക്സിന് എക്സ്പെരിമെന്റൽ ഒരു ഷ്രോഡിംഗർ ഈ ലൂയിസ് ലിബ്രോയുടെ നേരെ തരംഗ സിദ്ധാന്തം എടുത്തു. എന്നിട്ട് വേവ്സിന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, സൗണ്ടിനുണ്ട്, ലൈറ്റിനുണ്ട്.
ആ വേവ് ഇക്വേഷനിൽ ഉപയോഗിച്ച് ഡീബ്രോയ് വേവിന് ലാംഡയിൽ S/P ഉപയോഗിച്ചിട്ട് ഒരു വേവ് ഇക്വേഷൻ ഉണ്ടാക്കി. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വളരെ കൃത്യമായിട്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പം ശരിക്ക് ഒബ്സർവേഷണൽ പ്രൂഫ് തരാൻ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സാധിച്ചു. അങ്ങനെയാണ് വേവ് മെക്കാനിക്സ് എന്ന് പറയുന്ന രൂപം ക്വാണ്ടം മെക്കാനിക്സ് വന്നു. അപ്പോൾ ആൾക്കാർ തമ്മിലൊരു ചേരിതിരിവുണ്ടായി. വേവ് മെക്കാനിക്സ് ആണോ ശരി, ഈ മെട്രിക്സ് മെക്കാനിക്സ് ആണോ ശരി? ഹൈസൻബർഗ് പ്രൂവ് ചെയ്തു രണ്ടും മാത്തമെറ്റിക്കലായിട്ട് ഒരുപോലെയാണ്. ദർ ഇസ് നോ ചേഞ്ച്. രണ്ട് കോണുകളിൽ നിന്ന് ഒരേ എന്ന് കാണുന്ന പോലെ വ്യത്യാസമുള്ളൂ. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ള മെട്രിക്സിന് ഒരു ഗണിതക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് തന്നെയാണ് വേവ് മെക്കാനിക്സിൽ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ വേറൊരു പ്രശ്നം, മെട്രിക്സ് ഈ പദാർത്ഥ തരംഗത്തിന് അതിൻ്റെ വേവ് ഫങ്ഷനുണ്ട്. അത് ആംപ്ലിറ്റ്യൂഡാണ്. സാധാരണ പ്രകാശത്തിൻ്റെ സൗണ്ടിൻ്റെ ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എന്ന് വെച്ചാൽ സൗണ്ടിൻ്റെ എനർജി കൂടും. പക്ഷേ ഒരു പദാർത്ഥ തരംഗത്തിൻ്റെ ആംപ്ലിറ്റ്യൂഡിനൊരു ഒരു എക്സിസ്റ്റൻസും ഇല്ല. അപ്പോൾ എങ്ങനെയാണത് എക്സ്പ്ലെയിൻ ചെയ്യുക? മാക്സ് ബോൺ പറഞ്ഞത് വേവ് ഫംഗ്ഷൻ എന്നൊരു കോംപ്ലക്സ് നമ്പർ x+iy എന്നൊരു കോംപ്ലക്സ് നമ്പർ. അതേസമയം അതിൻ്റെ മോഡുലസ് സ്ക്വയർ x+iy × x-iy മോഡുലസ് സ്ക്വയർ, അത് റിയൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ഫംഗ്ഷനെ കുറിച്ച് സംസാരിക്കേണ്ട. വി ടോക്ക് ഓഫ് ഇറ്റ്സ് absolute square, which is the probability that an electron can be discovered at a particular point. Probability of existence of electron. അങ്ങനെ ഒരു സംഭവിത ശാസ്ത്രം കൂടി ക്വാണ്ടം മെക്കാനിക്സിലേക്ക് അതിന് ആവശ്യമുണ്ടായിരുന്നു. കാരണം എന്നിട്ട് ഇത് രണ്ടിനെയും കൂടെ കോർത്തിണക്കിയാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ്. അതിപ്പോഴും ഉണ്ട്. ഇപ്പോഴും രണ്ട് തരത്തിലുള്ള ഉണ്ട്. ഇപ്പോഴും രണ്ട് ഇത് ഇങ്ങനെ കോർത്തിണക്കി ഒറ്റ ഇതായിട്ട് വന്ന 1925-ലാണ്. അതെ, 25-ലാണ്. 25 അവസാനത്തോടെയാണ് ഇതെല്ലാം വന്നത്. 25 ജനുവരി മുതൽ 25 ഏകദേശം ഡിസംബർ വരെ. അതുകൊണ്ടാണ് 25 എന്ന് പറയുന്നത് ഈ 100 ഇയേഴ്സ് ആയത്. അപ്പോൾ ഇതിനെ ഒരു നമ്മൾ ഇപ്പം ബയോളജിയിലെ ഡാർവിൻ സിദ്ധാന്തം കൊണ്ടുവന്ന ഒരു മാറ്റം പോലെയാണ് ക്വാണ്ടം മെക്കാനിക്സ് ഫിസിക്സിൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് അത്? കാരണം ശരിയാണ്. കാരണം ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു ഡാർവിനിയൻ മൊമെന്റ് എന്നാണ്. ഒരു ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം പോലെ തന്നെയായിരുന്നു ന്യൂട്ടോണിയൻ സിദ്ധാന്തത്തിൽ നിന്ന് ക്വാണ്ടം മെക്കാനിക്സിലേക്കുള്ള ഒരു പരിണാമ സിദ്ധാന്തം. അതിൻ്റെ അർത്ഥം ന്യൂട്ടോണിയൻ സിദ്ധാന്തം തെറ്റായിരുന്നു എന്നുള്ളതല്ല, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കംപ്ലീറ്റ് ആയിരുന്നില്ല. സൂക്ഷ്മതലത്തിൽ ന്യൂട്ടോണിയൻ സിദ്ധാന്തം പറ്റില്ല. അങ്ങനെയാണ്. മാത്രമല്ല ഈ ക്വാണ്ടം മെക്കാനിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചത് യഥാർത്ഥ ഡാർവിൻ്റെ കൊച്ചുമകനായിരുന്നു, വേറൊരു അദ്ദേഹമായിരുന്നു. അപ്പോൾ അവർ എല്ലാവരും കൂടിയാണ് ഈ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ രൂപം കൊണ്ടുപോകുന്നത്. ക്വാണ്ടം മെക്കാനിക്സ് 2 വ്യത്യസ്ത രൂപങ്ങളുണ്ടായി. മാത്രമല്ല അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അത് കോപ്പൻഹേഗനിൽ ബോറിൻ്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം ഈ ഒരു ഐഡിയോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതിനാണ് കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുക. ഇതിലാണ് ആൽബർട്ട് ഐൻസ്റ്റീനും നീൽസ് ബോറും തമ്മിലൊരു വാഗ്വാദം നടന്നത്. അങ്ങനെയാണ് ബോർ നീൽസ് ഐൻസ്റ്റീൻ സംവാദം. ഐൻസ്റ്റീൻ പറഞ്ഞത് ദൈവം ഒരിക്കലും പ്രകൃതിയോട് ചതുരംഗം കളിക്കില്ല. അപ്പോൾ ബോർ തിരിച്ചു ചോദിക്കുന്ന ദൈവം ഐൻസ്റ്റീനോട് ചോദിച്ചിട്ടാണ് നടത്തുന്നത്. അതിന് കാരണം സംഭവിത ശാസ്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രകൃതി ഇതുപോലെ പ്രോബബിലിറ്റിയിലാണ് വിശ്വസിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അതിനൊരു ഡിറ്റർമിനിസം ഇല്ല. ഇപ്പോൾ ദൈവം പകിട കളിക്കുകയാണോ ചെയ്യുന്നത്? അപ്പോഴാണ് ബോർ പറയുന്നത് പകിട കളിക്കില്ല എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അപ്പോൾ ബോർ ചോദിച്ചു, അത് ഐൻസ്റ്റീൻ എങ്ങനെ അറിയാം ദൈവം പകിട കളിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്? ഞാൻ തിരിച്ചു ചോദിച്ചു. അപ്പോൾ 1927 സോൾവേ എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ 1911 മുതൽ സയൻസിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരു കോൺഫറൻസ് നടത്തി. 1911 ആദ്യത്തെ കോൺഫറൻസ് നടത്തി. അതിലാണ് ബോർ ആറ്റം മോഡലിനെ കുറിച്ച് കൂടുതൽ ഡിസ്കഷൻ വന്നത്. 1927 5ാമത്തെ സോൾവേ കോൺഫറൻസ് വന്നു. ആ 5ാമത്തെ സോൾവേ കോൺഫറൻസിൽ ആണ് ഐൻസ്റ്റീൻ ബോറും പങ്കെടുത്തത്. അതിൽ 5 ആൾക്കാരാണ് സോൾവേ കോൺഫറൻസിൽ 5ാമത്തെ പ്രസംഗിച്ചത്. 5ലും ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആ സമയത്തെ പുരോഗതിയെ
ഡിസ്ക്രൈബ് ചെയ്യുന്ന ഓരോ പ്രസംഗങ്ങളായിരുന്നു. അതിൽ നീൽസ് ബോറും ഐൻസ്റ്റീനും പ്രസംഗിച്ചേയില്ല. അതിന് കാരണം അവർ പറയുന്നത്, നീൽസ് ബോർ വഴി ഞാൻ ഇതിനെക്കുറിച്ച് അധികം ഇതിലേക്ക് ക്വാണ്ടം മെക്കാനിക്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല. ഐൻസ്റ്റീൻ പറഞ്ഞത് ഞാൻ പണ്ടത്തെ ആളാണ്, ഇപ്പം ഇതിനെക്കുറിച്ച് എനിക്കധികം ഒന്നും ഗ്രാഹ്യമൊന്നുമില്ല എന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഐസൻബർഗിൻ്റെ ഇൻഡിറ്റർമിനിസം, അനിശ്ചിതത്വം വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ ലോറൻസ് ആയിരുന്നു ചെയർമാനെ ആംഗ്യം കാണിച്ചു ഐൻസ്റ്റീൻ സംസാരിക്കുന്നത്. ഉടനെ ഐൻസ്റ്റീൻ എണീറ്റ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞത്, നിശ്ചിതമായിട്ടുള്ള ഒന്നും നിങ്ങൾ കണക്കാക്കില്ല എന്നുള്ളതാണ് അർത്ഥം. ഇല്ല എന്നാണ് പറഞ്ഞത്. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പം, നമുക്കറിയാൻ പറ്റാത്തതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ട് എന്തിനാണ്? അപ്പോൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വിൽസൺസ് ക്ലൗഡ് ചേമ്പർ ഉണ്ടല്ലോ, അതായത് കണികകളെയൊക്കെ പരീക്ഷ നടത്താനായിട്ട് വിൽസൺ ക്ലൗഡ് ചേമ്പറിൽ ഇങ്ങനെ മേഘരൂപത്തിൽ കാണുന്നത്, അപ്പോൾ അത് ഇലക്ട്രോണല്ലേ? പിന്നീടാണ് അതിന് ഉത്തരം അദ്ദേഹം കൊടുത്തത്. വിൽസൺ ക്ലൗഡ് ചേമ്പറിൽ അതിൽ എയറുണ്ട്, അതിൽ കൂടി അയണൈസ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ വരെ കടന്നു കഴിയുമ്പോൾ അത് ആ വെള്ളത്തുള്ളികളൊക്കെ അയണീകരിക്കും. അപ്പം വെള്ളത്തുള്ളി അയോൺസ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴത്തേക്കും അതിലിങ്ങനെ അയോൺസുകളുടെ ധാരാളം വെള്ളത്തുള്ളികളുണ്ടാകും. അതിൽ പ്രകാശം തട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലൈനാണ് നമ്മൾ കാണുന്ന വിൽസൺ ക്ലൗഡ് ചേമ്പറിലെ രേഖ. ജെറ്റ് വിമാനം പോകുന്നതിന് ബാക്കിൽ കൂടി കാണുന്ന മേഘ എന്ന് പറയുന്ന പോലെ തന്നെയായിരുന്നു. അങ്ങനെ അത് ഐൻസ്റ്റീനെ തോൽപ്പിച്ചു. പിന്നീട് പറഞ്ഞത്, ഒരു പരീക്ഷണം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒരു പെട്ടിയുണ്ട്, പെട്ടിക്കകത്തൊരു ഫോട്ടോണുണ്ട്. ആ ഫോട്ടോൺ ഇഷ്ടംപോലെ ഫോട്ടോണുണ്ട്. അതിൻ്റെ അകത്തൊരു ക്ലോക്കും ഉണ്ട്. എന്നിട്ട് ആ ക്ലോക്കിനെ ലാബിന് പുറത്തുള്ള ക്ലോക്കുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ആ അടപ്പിനൊരു ബോക്സിൻ്റെ അടപ്പിനൊരു ഷട്ടറുണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ഷട്ടർ തുറക്കാനും അടയ്ക്കാനും പറ്റും. അപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞൊരു പരീക്ഷണം, നമ്മൾ ഒരു ഫോട്ടോൺ പുറത്തേക്ക് വരാൻ പാകത്തിന് ഷട്ടർ തുറന്നു. ഫോട്ടോൺ പുറത്ത് കഴിഞ്ഞ് ഉടനെ ഷട്ടർ അങ്ങ് അടച്ചു. അപ്പോൾ ഒരു ഫോട്ടോൺ പുറത്ത് പോയി. അപ്പോൾ പെട്ടിയുടെ മാസ് കുറഞ്ഞു. അപ്പം പെട്ടിയുടെ മാസ് നമുക്ക് കാണാം. മുമ്പത്തെ മാസും ഇപ്പോഴത്തെ മാസം നോക്കുമ്പം ഒരു ഫോട്ടോൻ്റെ മാസ് എത്ര നമുക്കറിയാൻ പറ്റും. അതുപോലെ തന്നെ എനർജി HDയുമാണ്, അതും അറിയാൻ പറ്റും. അപ്പം എനർജിയും അതുപോലെ എപ്പോഴാണ് പുറത്തേക്ക് വന്നത്, ആ ഷട്ടർ തുറക്കുക, ടൈമും അറിയാം. എനർജിയും ടൈമും ഒരേ സമയത്ത് കാണാൻ പറ്റില്ല. അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ബോർ അതിന് ഉത്തരം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഈ പരീക്ഷണം കുറച്ചൊന്നും മാറ്റി. ഈ പെട്ടി ഒരു സ്പ്രിങ് തൂക്കിയിട്ടു. എന്നിട്ട് സ്പ്രിങ് ബാലൻസ് പോലെ ഒരു സൂചിയുണ്ട്. അപ്പം പെട്ടി ഇങ്ങനെ വെയിറ്റ് മാറുന്നതനുസരിച്ചിട്ട് ആ അടയാള സ്പ്രിങ് ബാലൻസിൻ്റെ പോലെ അടയാള വെയിറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം ഇതിനെ പുറത്ത് കണക്ട് ചെയ്തിരിക്കുന്ന ക്ലോക്ക് ലാബിലുണ്ട്. അപ്പോൾ ലാബിലെ സമയം നോക്കിയാണ് പെട്ടിക്കകത്തുള്ള സമയം നമ്മൾ മനസ്സിലാക്കുന്നത്. ലൈറ്റ് പുറത്തേക്ക് വന്നു, ഫോട്ടോൺ പുറത്തേക്ക് വന്നപ്പോൾ ആ സമയത്ത് ആ സൂചി താഴുമല്ലോ. സ്പ്രിങ് ബാലൻസിലെ വെയിറ്റ് മാറുന്നതനുസരിച്ച് സൂചിക്ക് മാറ്റം വരും. അപ്പോൾ സൂചിയാണ് അളക്കുന്നത്. ആദ്യം അത് പൂജ്യത്തിലേക്കാക്കും. അത് കഴിഞ്ഞിട്ട് പരീക്ഷണം ചെയ്ത് കഴിഞ്ഞ ഉടനെ എത്ര പോയിന്റിലേക്ക് ആ സൂചി മാറിയെന്നറിയും. അപ്പോൾ അതിൽ നിന്ന് ഫോട്ടോൻ്റെ മാസ് കണ്ടുപിടിച്ചു. മാത്രമല്ല, ഫോട്ടോൺ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ കണക്റ്റ് ചെയ്യുന്ന പുറത്തേക്ക് വരുന്ന സമയം നമുക്ക് കാണുന്നത് ഈ ലാബിൽ വെച്ചിരിക്കുന്ന ക്ലോക്കും അകത്തുള്ള ക്ലോക്കും കൂടെ അങ്ങനെയാണ്. അകത്തുള്ള ക്ലോക്കിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ലാബിലുള്ള ക്ലോക്കിന് സമയം നോക്കിയിട്ടാണ്. കാരണം തുടക്കത്തിൽ രണ്ടും കൂടി സിഗ്നലൈസ് ചെയ്തു. അവിടെയാണ് ബോർ ഐൻസ്റ്റീനെ തറപറ്റിച്ചത്. കാരണം ഈ ലാബിലുള്ള ക്ലോക്ക് എന്ന് പറയുന്നത് മറ്റേ ഈ പെട്ടി തൂക്കിയിട്ടിരിക്കുക. താഴെയുള്ള ക്ലോക്ക് എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ പവർ കൂടുതലാണ്. എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ അട്രാക്ഷൻ താഴത്തെ ക്ലോക്കിന് കൂടുതലാണ്, മുകളിലത്തിന് അത്രയില്ല. ഇനി ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ചിട്ട് ക്ലോക്ക് ടൈം വിൽ മൂവ് സ്ലോലി ഇൻ എ ഗ്രാവിറ്റേഷൻ ഫീൽഡ്. അപ്പോൾ ഈ ലാബിലുള്ള ക്ലോക്കിൻ്റെ സമയം വളരെ സ്ലോ ആയിട്ട് പോകുള്ളൂ. അപ്പോൾ ഒരിക്കലും ഐൻസ്റ്റീനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം മുകളിലത്തെ സ്പീഡിൽ പോകും, താഴത്തെ സ്പീഡ്. ഐൻസ്റ്റീൻ്റെ തിയറി ഉപയോഗിച്ച് ഐൻസ്റ്റീൻ്റെ തിയറിയെ ബൂമറാങ് ചെയ്തു. അതോടെ ഐൻസ്റ്റീൻ ഉത്തരമില്ലാതെയായി. അതോടെ അപാകത അവിടെ നിർത്തി. ബൈ ദ ടൈം നാസി പ്രശ്നം കൊണ്ട് ഐൻസ്റ്റീൻ അമേരിക്കയിലേക്ക് പോയി. അമേരിക്ക പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ അദ്ദേഹം പ്രൊഫസറായി. അവിടെ അദ്ദേഹം 2 കുട്ടികൾ അദ്ദേഹത്തിനടുത്ത് അങ്ങയുടെ കൂടെ ഗവേഷണം ചെയ്യണമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ വയസ്സനായി, എന്നിൽ നിന്നൊന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനൊന്നുമില്ല. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല. അതിലൊരാൾ പൊഡോൾസ്കി എന്ന് പറഞ്ഞ ആൾ MIT-യിലായിരുന്ന സമയത്ത് ഐൻസ്റ്റീൻ്റെ പഠനത്തിൽ സഹായിയായിരുന്നു, ഹെൽപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അത് ഐൻസ്റ്റീൻ ഓർമ്മയുണ്ടായിരുന്നു. അവസാനം സമ്മതിച്ചു. മറ്റാൾ റോസൻ എന്ന് പറയുന്ന അമേരിക്കക്കാരനാണ്. ഇവ രണ്ടുപേരും കൂടി ഐൻസ്റ്റീൻ്റെ കൂടെ പഠനം നടത്തി. അതും പ്രകാരം ഐൻസ്റ്റീൻ പറഞ്ഞത്, എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യണം. അതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം പൊഡോൾസ്കിക്ക് കൊടുത്തു. പരീക്ഷണത്തിനെല്ലാം റോസന് കൊടുത്തു. പരീക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരുന്നു. ഒരു ഹൈപ്പോത്തറ്റിക്കൽ എക്സ്പെരിമെൻ്റ് ആണ്. ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ അതിനെ കട്ട് ചെയ്തു. ഇപ്പോൾ 2 ആറ്റം, ഒരാറ്റം ഇങ്ങോട്ട് പോയി, ഒരാറ്റം ഇങ്ങോട്ട് പോയി. അപ്പോൾ ഇങ്ങോട്ട് പോയ ആറ്റം A, അതിൻ്റെ ഒറിജിനലായിട്ടുള്ള ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ പൊസിഷൻ നമുക്കറിയാം. ഇവിടുത്തെ ആറ്റത്തിൻ്റെ പൊസിഷനും അതുപോലെ മൊമെൻറ്റം കൺസർവേഷൻ അനുസരിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആ മൊമെൻറ്റം കൺസർവേഷൻ തിയറം വെച്ചിട്ട് ഈ ആറ്റത്തിൻ്റെ പൊസിഷനും മൊമെൻറ്റവും കാൽക്കുലേറ്റ് ചെയ്യാം. ഹൈസൻബർഗിൻ്റെ സിദ്ധാന്തപ്രകാരം നമ്മളിതിനെ ഒബ്സർവ് ചെയ്യുന്നില്ല. ഒബ്സർവ് ചെയ്തെങ്കിൽ മാത്രമേ ഡിസ്റ്റർബ് ചെയ്യുള്ളൂ. ഇതിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ട്. അതുകൊണ്ട് അതോടത്തോളം കാലം അതിൻ്റെ മൊമെൻറ്റവും പൊസിഷനും നമ്മൾ കൃത്യമായിട്ടുള്ളതും, കാരണം ഡിസ്റ്റർബ് ചെയ്യാത്തതുകൊണ്ട്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഉദ്ദേശിക്കുന്ന റിയാലിറ്റി ശരിയാണോ, അതിൽ എന്താണ് റിയാലിറ്റി, ഫിസിക്കൽ റിയാലിറ്റി എന്ന് ഐൻസ്റ്റീൻ പറയുന്നുണ്ട്. മാത്രമല്ല പേപ്പറിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, ക്യാൻ വി കൺസിഡർ ക്വാണ്ടം മെക്കാനിക്സ് ആസ് കംപ്ലീറ്റ്. ഇദ്ദേഹം പറയുന്നത് ഈ ഇലക്ട്രോണിൻ്റെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ പൊസിഷനും മൊമെൻറ്റവും അതിനെ ഒബ്സർവ് ചെയ്യാതെ നമുക്കറിയാൻ സാധിക്കുമെങ്കിൽ അവിടെ അൺസർട്ടനിറ്റി തോറ്റുപോയി. അങ്ങനെ വരുമ്പോൾ എന്താണ് അതിൻ്റെ പ്രതിവിധി നോക്കിയപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞൊരു പ്രതിവിധിയുണ്ട്. A എന്ന ആറ്റത്തിന് B എന്ന ആറ്റത്തിലേക്ക് ഒരു മെസ്സേജ് പോകണം, ഫാസ്റ്റർ ദാൻ ലൈറ്റ്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് B എന്ന ആറ്റത്തിന് അതിൻ്റെ ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് തിയറി ഓഫ് റിലേറ്റിവിറ്റി പറ്റില്ല. ഫാസ്റ്റർ ദാൻ ലൈറ്റ് സ്പീഡ് സിഗ്നൽ പറ്റില്ല. അതിനാണ് സ്പൂക്കി ഫോഴ്സ്, ഭൂതാവിഷ്ട ബലം എന്ന് പറയുന്നത്. സ്പൂക്കി ഫോഴ്സ് എന്ന് പറയുന്നത് മനുഷ്യൻ ഡിവൈഡ് ചെയ്തത്. ഇതിന് ബോർ ഉത്തരം കൊടുത്തിങ്ങനെയായിരുന്നു. സ്പൂക്കി ഫോഴ്സ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ 2 ഹൈഡ്രജൻ ആറ്റം ഒരുമിച്ചായിരുന്നു. ആസ് ലോങ് ആസ് ദേ ആർ സെപ്പറേറ്റ്, എത്ര സെപ്പറേറ്റ് ആയാലും സ്റ്റിൽ ദേ ആർ എൻടാങ്കിൾഡ്. അവർ തമ്മിലുള്ള ബന്ധം വിടുന്നേ ഇല്ല. കാരണം ഹൈഡ്രജൻ മോളിക്യൂളിൻ്റെ ഇലക്ട്രോൺ സ്പിൻ ടോട്ടൽ 0 ആണ്. അപ്പം ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പിൻ +½ ആണെങ്കിൽ ഇവിടുത്തെ സ്പിൻ -½ ആയിരിക്കും. അതൊരിക്കലും മാറുന്നില്ല. അങ്ങനെ ഒരു എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ഈ 2 ഇലക്ട്രോൺ തമ്മിലുണ്ടാകും, ആറ്റങ്ങൾ തമ്മിലുണ്ടാകും. അതിനെ ഐൻസ്റ്റീൻ ഒട്ടും അതിനെ കാരണം ഇറ്റ്സ് എ സ്പൂക്കി ഫോഴ്സ് എന്നാണ് പറയുക. ഇതിന് ആണ് ഡേവിഡ് ബോം 1950s അദ്ദേഹം പറഞ്ഞത്, ക്വാണ്ടം മെക്കാനിക്സ് കംപ്ലീറ്റ് ഇല്ല, ശരിയാണ്, പക്ഷേ എന്തോ ഒരു വേരിയബിൾ, ഇഫ് യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വേരിയബിൾ, അങ്ങനെ വരുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് കംപ്ലീറ്റ് അറിയാൻ പറ്റും. ഇതിനാണ് ഹിഡൻ വേരിയബിൾ തിയറി ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്, ഡേവിഡ് ബോമിൻ്റെ ഹിഡൻ വേരിയബിൾ തിയറി. പക്ഷേ നമുക്ക് ഹിഡനാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഈ സ്വർണത്തിൻ്റെ അറ പോലെ ഹിഡനാണ്, നമുക്കറിയാൻ പറ്റില്ല. വേറെ ഒരു എക്സാമ്പിൾ കൊടുത്തു. മാക്സ്വെല്ലിൻ്റെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിൽ 1 ഗ്രാം വാതകത്തിൽ തന്നെ മില്യൺസ് ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതിന് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള വെലോസിറ്റി ഉണ്ട്. പക്ഷേ അദ്ദേഹം അതിനെല്ലാം ആവറേജ് ചെയ്തിട്ട് ഹി ഹാസ് ഡിറൈവ്ഡ് മാക്സ്വെൽസ് തിയറി ഓഫ് ഗ്യാസസ്, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ്. അപ്പോൾ അതിൽ മോളിക്യൂൾസ് എല്ലാം ഹിഡൻ വേരിയബിളാണ്, അതിനൊന്നും നേരിട്ട് കാണാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഹിഡൻ വേരിയബിൾ തിയറി. 1955 ഐൻസ്റ്റീൻ മരിച്ചു. 56 ബോർ മരിച്ചു. ബോർ മരിച്ച ലാസ്റ്റ് നൈറ്റിൽ അദ്ദേഹത്തിൻ്റെ മുറിയിൽ അദ്ദേഹം ഐൻസ്റ്റീൻ്റെ ആ സ്പ്രിംഗ് ബാലൻസിൻ്റെ പരീക്ഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ പടമൊക്കെ വരച്ച് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിൽ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു അർത്ഥം. നെക്സ്റ്റ് ഡേ ഹി ഡിഡ് നോട്ട്, കിടക്കാൻ തോന്നുന്നില്ല, ഹി ഡൈഡ്. അവരുടെ മരണശേഷവും ഇതിങ്ങനെ ഈ സംവാദം തുറന്നുകൊണ്ടു പോകും. അങ്ങനെയാണ് ജോൺ സ്റ്റുവർട്ട് ബെൽ, ബ്രിട്ടീഷുകാരൻ, അദ്ദേഹം ഒരു പരീക്ഷണം ചെയ്തു. പരീക്ഷണം
സങ്കല്പനം ചെയ്തു. അതായത് ഈ രണ്ട് എൻടാങ്കിൾഡ് പാർട്ടിക്കിൾ തമ്മിൽ അതിൻ്റെ ഈ അനിശ്ചിതയിൽ രണ്ട് പാരാമീറ്റർ എടുക്കേണ്ട വെച്ചു. ടേക്ക് ഓൺലി വൺ പാരാമീറ്റർ, സ്പിൻ. രണ്ട് പദാർത്ഥങ്ങളുടെ സ്പിൻ മാത്രം എടുക്കുക. അത് എൻടാങ്കിൾ ചെയ്യുന്നുണ്ട് എന്ന അസംഷനിൽ അതിൻ്റെ ആവറേജ് ആയിട്ടുള്ള വാല്യൂ കണ്ടുപിടിക്കുക. ക്വാണ്ടം മെക്കാനിക്സ് തെറ്റാണെങ്കിൽ ലെസ് ദാൻ 2 ആയിരിക്കും. പക്ഷേ 1990-കളിൽ ആലൻ ആസ്പെക്ട് അങ്ങനെ സയൻറ്റിസ്റ്റുമാർ ലബോറട്ടറിയിൽ പല പരീക്ഷണങ്ങൾ ചെയ്തിട്ട് അവസാനം തെളിയിച്ചത് ക്വാണ്ടം മെക്കാനിക്സ് ഈസ് കറക്റ്റ്. എൻടാങ്കിൾഡ്, തുടക്കത്തിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു പദാർത്ഥം രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്താലും അവ സ്റ്റിൽ ദ വിൽ ബി എൻടാങ്കിൾഡ് എന്നുള്ള കൺസെപ്റ്റ്. അവർ ചെയ്യുന്ന പരീക്ഷണം ഫോട്ടോണാണ് എടുക്കുന്നത്. ആ സമയത്ത് ഈ 1960-ൽ ലേസർ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക പഠനശാഖ വന്നു, നോൺ ലീനിയർ ഓപ്റ്റിക്സ്, അരേഖീയ പ്രകാശിക ശാസ്ത്രം. അങ്ങനെ വരുമ്പോൾ ഒരു ക്രിസ്റ്റലിൽ ലിഥിയം നൈട്രേറ്റ് പോലെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫോട്ടോൺ ഇടിച്ചു കഴിഞ്ഞാൽ അത് ആ ഫോട്ടോൺ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഫോട്ടോൺ എ, ഫോട്ടോൺ ബി, ഒന്നിങ്ങോട്ടും പോകും ഒന്നിങ്ങോട്ടും പോകും, സ്റ്റിൽ ദേ ആർ എൻടാങ്കിൾഡ്. അപ്പോൾ ഇങ്ങോട്ട് പോയ ഫോട്ടോനെ നമുക്ക് ആലീസ് എന്നും ഇതിനെ നമ്മൾ ബോബ് എന്നും വിളിക്കുകയാണെങ്കിൽ ഈ ആലീസ് ഈ ഫോട്ടോൻ്റെ സ്പിൻ മെഷർ ചെയ്തു. പെട്ടെന്ന് തന്നെ അവർ എൻടാങ്കിൾ ആവുകൊണ്ട് ഇയാളും ചേഞ്ച് ചെയ്തു. ഇതൊരു വേറൊരു പ്രശ്നം വന്നു. ആലീസ് വിചാരിക്കുമ്പോൾ തന്നെ ബോബും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആലീസിൻ്റെ മനസ്സ് മാറുക, വേണ്ട, അപ്പോൾ ബോബ് ചെയ്യുന്ന തെറ്റാകും. അപ്പോൾ ഈ കോസാലിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരു ക്ലാസിക്കൽ ചാനൽ, അതായത് ആലീസ് പരീക്ഷണം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു ക്ലാസിക്കൽ ചാനൽ വഴി, അതാണ് NPLകാർ ചെയ്തത്, ഒരു ഓപ്റ്റിക്കൽ ഫൈബർ വഴി നമുക്ക് മെസ്സേജ് കൊടുക്കാം. ആൻഡ് എക്സ്പീരിയൻസ് ഹാസ് ബീൻ ഡൺ. പെട്ടെന്ന് ഈ ബോബ് പെട്ടെന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ദിസ് ഹാസ് ബീൻ ധാരാളം പരീക്ഷണങ്ങൾ വഴി ഇത് തെളിയിക്കപ്പെട്ടു. അതാണ് ഇപ്പോൾ ക്വാണ്ടം ടെക്നോളജിയിലും ക്വാണ്ടം എൻക്രിപ്റ്റോളജിയിലും വളരെ വിപ്ലവാത്മകരമായിട്ടുള്ള മാറ്റങ്ങളും ഭാരതമടക്കമുള്ള 5-6 രാജ്യങ്ങൾ ഇതിനുവേണ്ടി ധാരാളം സാമ്പത്തിക സഹായം നൽകി ഇതിനെ മുന്നോട്ട് നയിക്കാനും ഉപയോഗിക്കും. ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ. ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ. അതിപ്പോൾ ഉദാഹരണത്തിന് ആലീസ് ഒരു മെസ്സേജ് കൊടുത്തു. ആ മെസ്സേജ് ഒരു രഹസ്യ കീ വേണം. ആ കീ ഈ ബോബിന് കൊടുക്കും. കീ മാത്രമേ കൊടുക്കുള്ളൂ. ആ കീ വേറെ ആർക്കും കിട്ടില്ല. ആ കീ കിട്ടിയെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇയാൾ കീ കൊടുത്തു കഴിഞ്ഞാൽ മെഷർമെൻറ്റ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷൻ കിട്ടി. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രാക്ടിക്കൽ ലോകത്ത് ഒരാളൊരു മെസ്സേജ് ആയി, ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് അമേരിക്കയിലുള്ള ഒരാൾക്ക് മെസ്സേജ് അയച്ചാൽ ഈ സെൻഡർക്കും റിസീവർക്കും മാത്രമേ വേറെ ആർക്കും അത് ചോർത്താൻ പറ്റും. ക്വാണ്ടം കീ ഡിസ്ട്രിബ്യൂഷൻ മാത്രമല്ല, ചൈന സക്സസ്ഫുൾ ആയിട്ട് ഒരു 500 കിലോമീറ്റർ ഉയരത്തിലുള്ള സാറ്റലൈറ്റ് വഴി ചെയ്തിട്ടുണ്ട്. ഇന്ത്യ 300 മീറ്ററാണ്. ഇന്ത്യ പക്ഷേ 300 മീറ്റർ നമ്മുടെ സർഫസ് തലത്തിലാണ്, അന്തരീക്ഷത്തിൽ. അതായത് ഓൾറെഡി ബീൻ 2 ലാബ് തമ്മിൽ. അതൊരു സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണത്. നൗ ഇറ്റ് ക്യാൻ ബി ഡൺ ഫോർ ചൈനയാണ് ഇതിൽ ഏറ്റവും മുന്നേറിയത്. നമുക്കിതൊരു ടെക്നോളജി ആയിട്ട് വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ചൈനയാണ് ഇപ്പോൾ. പക്ഷെ അതും അതെല്ലാം ലാബറട്ടറി ലെവലിലാണ്. പക്ഷേ അവരൊരു സാറ്റലൈറ്റ് തന്നെ ഇതിനായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഇത്രമാത്രം മാനവവിഭവശേഷി ഉള്ള ശാസ്ത്രജ്ഞന്മാരുള്ളതുകൊണ്ട് പെട്ടെന്ന് അവർ ഡെവലപ്പ് ചെയ്യും. കാരണം 2021 RRIക്കാർ ചെയ്തു, പിന്നെ സ്പേസ് ആപ്ലിക്കേഷൻ സെൻറ്റർ ചെയ്തു, NBL ധാരാളം ലാബറട്ടറികൾ ഉള്ളത്. ഇതിൽ വേറൊരു പ്രശ്നം വന്നത്, കാര്യം ശരിയാണ്, നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വിപ്ലവകരമായ ഈ സങ്കല്പനം എൻടാങ്കിൾ സ്റ്റേറ്റ് അത് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞു. പക്ഷേ ആത്യന്തികമായിട്ട് എന്താണ് എൻടാങ്കിൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഫോട്ടോൺ അങ്ങ് സൂര്യനിലും ഒരു ഫോട്ടോൺ ഭൂമിയിലുമാണെങ്കിൽ അത് തമ്മിൽ സ്റ്റിൽ ദേ ആർ എൻടാങ്കിൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ആൾക്കാർ വിശ്വസിക്കില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്വാണ്ടം മെക്കാനിക്സ് പൂർണ്ണമല്ല എന്നുള്ളതല്ലേ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഉണ്ടെങ്കിൽ അത് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഇൻ്റർനെറ്റ്,
അതുപോലെ സെമി കണ്ടക്ടേഴ്സ് എല്ലാം ക്വാണ്ടം മെക്കാനിക്സ് അധിഷ്ഠിതമാണ്. 1950 മുതൽ തന്നെ അതുണ്ട്. പക്ഷേ ഈ എൻടാങ്കിൾഡ് സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഉപയോഗം ഉണ്ടെങ്കിൽ തന്നെയും അതിൻ്റെ ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഇതുവരെയും പുരോഗതി വന്നിട്ടില്ല. വെദർ ക്വാണ്ടം മെക്കാനിക്സ് ഇസ് കംപ്ലീറ്റ് ഓർ നോട്ട്. അവിടെയാണ് ഡേവിഡ് ബോമും ജെ കൃഷ്ണമൂർത്തി തമ്മിലുള്ള സംവാദം വരുന്നത്, ആ സംഭാഷണം വരുന്നത്. അവിടെ അവരുടെ സംവാദത്തിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞു വരുന്നത് മനസ്സ് എന്ന് പറയുന്ന ആ ഒരു പരീക്ഷണശാല നാം സാധാരണ മോഡേൺ സയൻസ് ഉപയോഗിച്ചിട്ടില്ല. ഇന്ത്യൻ ഫിലോസഫിയിലെ 2 മഹാവാക്യങ്ങളാണ് അഹം ബ്രഹ്മാസ്മിയും തത്വമസിയും. അതായത് ഞാൻ ബ്രഹ്മമാണെന്നും അത് നീയാണ്, അത് ഞാനാണെന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ബ്രഹ്മമാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ബ്രഹ്മമാണെങ്കിൽ ഞാനും ബ്രഹ്മമാണ്, പിന്നെ നമ്മൾ തമ്മിൽ പിന്നെ അതിൻ്റെ അകത്തെ വ്യത്യാസമൊന്നുമില്ലല്ലോ. ദർ ഇസ് നോ നീഡ് ഓഫ് എനി അനദർ മീഡിയം ഫോർ കമ്മ്യൂണിക്കേഷൻ. അതിനെയാണ് കോൺഷ്യസ്നെസ്, യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്. അല്ലാതെ ആകാശത്തിരിക്കുന്ന ഒരാളിങ്ങനെ നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റില്ല ശിക്ഷിക്കാൻ ഇരിക്കുന്ന പോലത്തെ ദൈവമല്ലത്. ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ്, ദാറ്റ് ഇസ് എ കൺസെപ്റ്റ്. ആ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് പ്രകാരം നമ്മളുടെ ബോധത്തെ അതുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോധമുണ്ട്. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്, റിയൽ ജ്ഞാനം, റിയാലിറ്റി. അതിനുവേണ്ടി അതാണ് ഡാർവിൻ്റെ അടുത്ത പരിണാമം എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സ് പരിണമിക്കണം അതിനുവേണ്ടി. കാരണം നമ്മൾ എന്ത് കാര്യം പഠിക്കണമെങ്കിലും നമ്മളതിനുവേണ്ടി തയ്യാറെടുക്കണം, മനസ്സിനെ അതിനുവേണ്ടി തയ്യാറെടുപ്പിക്കണം. അങ്ങനെ തയ്യാറെടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ പഴയ ആചാര്യന്മാരൊക്കെ പല പല യോഗ, അതുപോലെ തന്നെ മെഡിറ്റേഷൻസ്, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത്. ആ മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പം മനസ്സിനെ അത് ട്രെയിൻ ചെയ്യുക. ദെൻ നാം പ്രപഞ്ചവുമായിട്ട് താതാത്മ്യം പ്രാപിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ലോകത്ത് എവിടെ എന്ത് സംഭവിച്ചാലും നമുക്കത് അനുരണനം കിട്ടും. അപ്പം ചിലരങ്ങനെ നേരത്തെ ട്രാൻസ്മ്യൂട്ടേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് പ്രവാചകന്മാർ, മുഹമ്മദ് നബി, ജീസസ്, ബുദ്ധ, കൃഷ്ണ, അവരൊക്കെ. അതുകൊണ്ടാണ് ക്രൈസ്റ്റ് പറയുന്നത് നിൻ്റെ പാപം ഞാൻ ഏൽക്കുന്നു എന്ന് പറയുന്നത്. കാരണം നിനക്ക് എന്ത് സംഭവിച്ചാലും അതെനിക്ക് സംഭവിക്കും, അതുകൊണ്ട് നിൻ്റെ പാപം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ കുരിശെന്ന് പറയുന്നത്. ആ കുരിശിലാണ് അദ്ദേഹം തൂങ്ങി നിന്നത്, ആൾക്കാരുടെ പാപം എല്ലാം കൂടി ഏറ്റുകൊണ്ട്. അതുതന്നെയാണ് ബുദ്ധനും പറയുന്നത്. ബുദ്ധൻ പറഞ്ഞത് ഈ ലോകത്തെ എല്ലാ ദുഃഖങ്ങളെയും അദ്ദേഹം മനസ്സിലാക്കി. അതാണ് ജ്ഞാനോദയത്തിന് വന്നത്. അങ്ങനെ ഹീ സ്റ്റാർട്ടഡ് പ്രീച്ചിങ് എ ന്യൂ ഫിലോസഫി. ഇന്ത്യയിലെ മാനവശാസ്ത്രജ്ഞനാണ് ജെ.സി. ബോസ്. അദ്ദേഹം പറയുന്നത് ശരിക്കുള്ള പരീക്ഷണശാല നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സിലാണ് ആദ്യം നമ്മുടെ പരീക്ഷണത്തിൻ്റെ ആദ്യത്തെ ആ മുകളം ബഡ് ചെയ്യുന്നത്. അതാണ് പിന്നെ വളർന്നു വന്നിരിച്ച് പരീക്ഷണമാകുന്നത്. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന സങ്കല്പം അങ്ങനെയാണ്. മിക്കവാറും ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്ന ഇത് വെച്ചിട്ടാണ് പുതിയ അറിവുകളൊക്കെ കിട്ടുന്നത്. ഈവൻ ശ്രീനിവാസ രാമാനുജൻ ശരിക്കും ഇൻറ്റ്യൂഷൻ കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പുതിയ അറിവുകളൊക്കെ കിട്ടിയത്. അതുപോലെ തന്നെ ഐൻസ്റ്റീനും അദ്ദേഹത്തിന് ഇൻറ്റ്യൂഷൻ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സങ്കല്പം വന്നത്. അതുപോലെ തന്നെ ജോർജ് സുദർശൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങളെല്ലാം വന്നൊരു പെട്ടെന്നൊരു ബിഗ് ബാങ് പോലെ, ഒരു സ്ഫോടനം പോലെ, ഉള്ളിൽ സ്ഫോടനം പോലെയാണ്, ആശയ സ്ഫോടനം പോലെ, ഇൻറ്റ്യൂഷൻ പോലെയാണ് അത്. ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് വഴി ധാരാളം മുന്നോട്ട് നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആ ഒരു പുരോഗതി ആയിരിക്കും ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത്. അതിൻ്റെ സീഡ് മിക്കവാറും ഇന്ത്യയിലാണ് വരേണ്ടത്. കാരണം ഇന്ത്യൻ ഫിലോസഫി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഷ്രോഡിഞ്ചർ ആണെങ്കിലും ഹൈസൻബർഗ് ആണെങ്കിലും ഷോപ്പനർ ആണെങ്കിലും അവരൊക്കെ ക്വാണ്ടം മെക്കാനിക്സ് ഡെവലപ്പ് ചെയ്തപ്പോൾ തന്നെ അവരുടെ ഈ സങ്കല്പവും ഇന്ത്യൻ ഫിലോസഫിയും തമ്മിൽ ഉള്ള ബന്ധം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഷ്രോഡിഞ്ചർ സംസ്കൃതം വരെയും പഠിച്ചിരുന്നു ഇതിനു വേണ്ടി. മാക്സ് ബോൺ ഇന്ത്യയിൽ വരാൻ ആഗ്രഹിച്ചിരുന്നു, വന്നു. പക്ഷേ വന്നു സി വി രാമൻ്റെ അതിഥിയായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ സമ്മതിച്ചില്ല ആ സമയത്ത്. ലൈക്ക് ദാറ്റ് സി വി രാമൻ ക്ഷണിച്ചു വന്നതാണ്. പക്ഷേ ഇവിടുത്തെ ബ്രിട്ടീഷ് അവർ സമ്മതിച്ചില്ല. അങ്ങനെ പക്ഷെ അവസാനം അവർ തമ്മിലൊരു ഐഡിയോളജിക്കൽ ഡിഫറൻസ് വന്നു. സി വി രാമനും അബൌട്ട്
തിയറി ഓഫ് സോളിഡ് സ്റ്റേറ്റിൻ്റെ ചില തിയറി വെച്ചിട്ട്. അത് വേറെ കഥയാണ്. ഇപ്രകാരം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന വെറും ബൗദ്ധിക വ്യായാമമായി പരിഗണിച്ചു കൊണ്ടിരുന്ന ഒരു പഠനശാഖയെ നാം അടുത്ത വരുന്ന ദശാബ്ദങ്ങളിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ട് ധാരാളം അത്ഭുതകരമായ കുതിച്ചുചാട്ടങ്ങളും ക്കും കാരണമാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ഇപ്പോഴത്തെ ആപ്ലിക്കേഷൻ സാറ് പറഞ്ഞത് ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഗവേഷണം നടക്കുന്നതൊക്കെ ഇതിലാണല്ലോ, ഇന്ത്യയും ചൈനയൊക്കെ. അതിന് കാരണം വേറെ കാരണം കൂടെ ഉണ്ട്. വെൻ യു ഹാവ് എ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം സാധാരണ ഈ എൻകോഡഡ് മെസ്സേജൊക്കെ വേറെ ഈസ് ഡ്രോപ്പിംഗ്, വേറെ ആൾക്ക് ഒന്ന് വേണമെങ്കിൽ അത് കയറി സർവൈലൻസ് നടത്താൻ പറ്റും. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ അത് സാധ്യമല്ല. കാരണം ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം ബിറ്റ്സ് എന്നാണ് പറയുക. അതിൽ 4 പ്രത്യേക തരത്തിലുള്ള ഈ സാധാരണ ഐ ടി നമ്മൾ ഡബിളറ്റാണ് ഉപയോഗിക്കുന്നത്. 0 or 1, 2 വാല്യൂ സിസ്റ്റം. ഇത് 4 വാല്യൂ സിസ്റ്റമാണ് ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു നോളജിനെ എൻസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. മാത്രമല്ല പുറത്തുനിന്ന് ഒരാൾ ഈ ഡ്രോപ്പ് ചെയ്യാൻ ശ്രമിച്ചാൽ പെട്ടെന്ന് ദർ ബി സം എറർ ഇൻട്രൊഡ്യൂസ് ദിസ് സിസ്റ്റം. ആ എറർ പെട്ടെന്ന് അങ്ങ് എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പോൾ മനസ്സിലായി ആരോ ഈ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ദെൻ ദേ ക്യാൻ ചേഞ്ച് ദ കീ. അപ്പോൾ ഈ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഇത് സംവിധാനങ്ങളൊക്കെ വന്ന ഗവൺമെൻറ്റിൻ്റെ സർവൈലൻസ് ഒന്നും പിന്നെ നടക്കില്ലല്ലോ. ഗവൺമെൻറ് സർവൈലൻസിന് പ്രശ്നം ഉണ്ടാകും ആ സമയത്ത്. അതിൽ ആത്യന്തികമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യരാശിയുടെ പുരോഗതിക്കും സമൂഹത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി മാത്രം ആണ് എന്നുള്ള സങ്കല്പത്തിൽ സർവൈലൻസ് അവിടെ സാധ്യമല്ല. ഇനിയിപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നല്ലോ മയോറാണ പാർട്ടിക്കിളൊക്കെ. ഇതിന്റെ വേറെ ക്വാണ്ടം ഫിസിക്സിന്റെ വേറൊരു ആപ്ലിക്കേഷൻ മൈക്രോസോഫ്റ്റിൻ്റെ മയോറോണ എന്ന് പറയുന്ന ഒരു മയോറോണ ചിപ്പ് ആവിഷ്കരിച്ചെടുത്തത് അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. 1935-36 മയോറോണ എന്ന് പറയുന്ന ഒരു ജപ്പാനീസ് ശാസ്ത്രജ്ഞനാണ് ഈ ഒരു സങ്കല്പം കൊണ്ടുവന്നത്. 2 ഇലക്ട്രോണുകൾ തമ്മിൽ പ്രത്യേക തരത്തിൽ പെയറപ്പ് ചെയ്യുമ്പം അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു ഗുണം, അത് ഉപയോഗിച്ചിട്ട് ഒരു ചിപ്പ് ആവിഷ്കരിച്ചു മയോറോണ. ഇതൊരു വളരെ ഇൻവോൾവ് ആയിട്ടുള്ളൊരു സിദ്ധാന്തമാണ്. നമുക്കൊരു ബ്രീഫായിട്ടുള്ള സമയത്തിൽ അതിനെക്കുറിച്ച് നമുക്ക് അധികം പറയാൻ സാധിക്കില്ല. പക്ഷേ നമുക്ക് പറയാം, മയോറോണ പോലെയുള്ള ചിപ്പുകൾ ഭാവിയിൽ ആവിഷ്കരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണ്ടി വരുന്ന കമ്പ്യൂട്ടർ ടൈമിന് 10 മടങ്ങ് സ്പീഡിലാക്കും. അപ്പോൾ ഒരു ദിവസം ഡൗൺലോഡ് ചെയ്യേണ്ടി വരുന്ന മെസ്സേജൊക്കെ നമുക്ക് ചിലപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് ഇത്രമാത്രം സ്പീഡിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധ്യമാകുന്ന മെസ്സേജസ് നമുക്ക് എവിടുന്ന് കിട്ടും, വിവരങ്ങളൊക്കെ എവിടുന്ന് കിട്ടും. ചിലപ്പം അതനുസരിച്ചിട്ട് അത്തരം ഗവേഷണങ്ങൾ നടക്കും. പ്രത്യേകിച്ച് പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതിൻ്റെ അനാലിസിസ് ഒക്കെ ചിലപ്പോൾ ഇത്രമാത്രം വേണ്ടി വരും. പ്രത്യേകിച്ച് ഇപ്പോൾ AI ഉപയോഗിച്ച് തന്നെ നമ്മൾ പണ്ട് വർഷങ്ങളെടുത്ത് അനലൈസ് ചെയ്യേണ്ട ഡേറ്റ ഒരു സെക്കൻഡിനുള്ളിൽ നമുക്ക് കിട്ടും. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മയോറോണ പാർട്ടിക്കിളിൻ്റെ ശരിക്കുള്ള കൂടുതൽ ആവിഷ്കാരം നമുക്ക് ചിലപ്പം സെൻ ലാബോറട്ടറിയിൽ നിന്ന് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സെൻ ലാബോറട്ടറിയിൽ അവിടെ നടത്തിയ പരീക്ഷണം പ്രകാരമാണ് ഈ എൻടാങ്കിൾ സ്റ്റേറ്റ് ഉപയോഗിച്ചിട്ട് സമയത്തിൻ്റെ ഒരു കടങ്കഥ, സമയത്തിൻ്റെ യാഥാർത്ഥ്യം ശരിയാണോ തെറ്റാണോ. ഉദാഹരണത്തിന് സമയം മുമ്പോട്ട് മാത്രമേ പോകുള്ളൂ, നമുക്കൊരു സങ്കല്പമുണ്ട്. പക്ഷേ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ്, നമ്മുടെ ആറ്റം മോളിക്യൂളിൽ അങ്ങനത്തെ ഒരു സംഭവമില്ല. സമയത്തിന് മുമ്പോട്ട് പറയാൻ എങ്ങോട്ട് വേണമെങ്കിലും പോകാൻ പറ്റും. ആ ഒരു സങ്കല്പനം ഫോട്ടോണും അങ്ങനെ തന്നെയാണ് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മെസ്സേജസ് ഇതുപോലെ തന്നെ ഈ ഒരു സമയത്തിൽ ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും പോകാൻ സാധിക്കുന്ന ഒരു
ഒരു അവസ്ഥാവിശേഷം ടൈം ട്രാവൽ സാധ്യമാണ്. ടൈം ട്രാവൽ സാധ്യമാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഭാവിയിലെ ഒരു വാഗ്ദാനം. സമയം എന്ന് പറയുന്നത് ശരിക്കത് സമയമില്ല, സമയം എന്ന് പറയുന്നത് സാധാരണ ഇല്ല. അതൊരു ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഉരുത്തിരിയുന്ന ഒരു സ്വഭാവവിശേഷമാണ്. ഉദാഹരണത്തിന് നമുക്കൊരു ഈ സോളിഡ് എന്ന് പറയുന്നത് ഇത് സോളിഡാണ്. ഈ സോളിഡ് എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ പ്രോപ്പർട്ടി അല്ല. ശരിക്കും നമ്മൾ കൈ കൊണ്ട് ഇടിക്കുമ്പോൾ നമുക്ക് കൈ വേദനിക്കും. അപ്പോൾ നമുക്ക് ഇത് സോളിഡാണെന്ന് തോന്നുന്നു. ശരിക്ക് ഇത് സംഭവിക്കുന്നത് ഈ സോളിഡ് നിറച്ചും ആറ്റംസും മോളിക്യൂൾസുമാണ്. അതിന് ധാരാളം ബൈൻഡിങ് എനർജി ഉണ്ട്. നമ്മളതിന് ഇടിക്കുമ്പോൾ നമ്മളുടെ ആ ഫോഴ്സിനെ അത് എതിരായിട്ട് ആ ബലം നമ്മൾ പ്രയോഗിക്കും. അങ്ങനെ നമുക്ക് കൈ വേദനിക്കുന്നത്. അപ്പോൾ ഇതിനൊരു സോളിഡിറ്റി എന്ന് പറയും. അപ്പോൾ സോളിഡ്നെസ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടി ഓഫ് സോളിഡ്. ഇറ്റ്സ് എൻ എമർജൻറ്റ് പ്രോപ്പർട്ടി ഓഫ് എ സോളിഡ് ബിക്കോസ് ഓഫ് ദി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് പോലെ സമയം എന്ന് പറയുന്നത് പോലത്തെ ഒരു എമർജൻറ്റ് പ്രോപ്പർട്ടി. ഇറ്റ്സ് നോട്ട് റിയൽ പ്രോപ്പർട്ടി. ചേഞ്ച് ഇല്ലെങ്കിൽ സമയമില്ല. ഉറക്കത്തിൽ നമ്മൾ സമയം അറിയില്ലല്ലോ. ചേഞ്ച് ഇല്ല എങ്കിൽ സമയമില്ല. അപ്പോൾ എന്താണ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള റിയൽ നേച്ചറിൽ ഭൂതം ഭാവി വർത്തമാനം എന്ന സങ്കല്പമേ ഇല്ല. എങ്ങോട്ടുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അതിൻ്റെ ആദ്യ ഉദാഹരണത്തിന് പറയാം, 2 ഇലക്ട്രോണുകൾ തമ്മിൽ കൂട്ടിമുട്ടി അത് തമ്മിൽ വേറൊരു പാർട്ടിക്കിളാകാം, തിരിച്ചത് ഡിസോസിയേറ്റ് വേറൊരു പാർട്ടിക്കിളാകാം. ഇത് ഇലക്ട്രോണിന് സമയത്തിന് മുമ്പോട്ടും പോകാം പുറകോട്ടും പോകാം. ഇതാണ് ഫേമസ് ആയ ഫെയ്ൻമാൻ ഡയഗ്രാം വഴി ഈക്വേഷൻസിനൊക്കെ സോൾവ് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചത്. ഇങ്ങനെ സമയം എന്ന കടങ്കഥയെക്കുറിച്ചുള്ളൊരു ആവിഷ്കാരവും കൂടി ഭാവിയിൽ ഉണ്ടാകാൻ. ഇങ്ങനെ നമ്മൾ പുരോഗമിക്കുകയാണെങ്കിൽ ഭാവിയിൽ ടെലിപ്പോർട്ടേഷൻ അതിൻ്റെ സാധ്യതകൾ എത്രമാത്രമാണ്? ശരിക്ക് ഇത് ടെലിപ്പോർട്ടേഷനാണ്. നമ്മുടെ ക്വാണ്ടം എൻടാങ്കിൾമെൻറ്റ് ഉപയോഗിച്ചിട്ട് സിഗ്നൽ ഒരിടത്ത് വേറെത്തേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ ടെലിപ്പോർട്ടേഷനാണത്. അതുപോലെ തന്നെ സമയം ബാക്കിലേക്കും പുറകോട്ടും പോകാം. അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് ഒരു സിഗ്നൽ ഇങ്ങോട്ട് പോകാം. അത് ടെലിപ്പോർട്ടേഷൻ തന്നെയാണത്. നമ്മളിപ്പം ഈ അന്യഗ്രഹങ്ങളിലേക്കൊക്കെ പോവാനേ ഇപ്പോൾ നമ്മൾ ചന്ദ്രനിലപ്പുറം പോവാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മാർസാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. പക്ഷെ മാർസ് പോരാ, നമ്മൾ ഈ ഗാലക്സിക്കും അപ്പുറം മറ്റ് ഗാലക്സിയിലേക്കൊക്കെ പോകണമെങ്കിൽ ഭാവിയിൽ ടെലിപ്പോർട്ടേഷൻ വഴിയൊക്കെ സാധിക്കും. ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ, ഒരു ഫോട്ടോൺ മാർസിലും ഒരു ഫോട്ടോൺ ഇന്ത്യയിലുണ്ടെന്നിരിക്കട്ടെ. അത് തമ്മിൽ എൻടാങ്കിൾഡ് ആണ്. അപ്പം അത് തമ്മിൽ ഇൻഫർമേഷൻ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പറ്റും. എന്ന് പറയുന്നവരുടെ എൻടാങ്കിൾഡ് ഫോട്ടോൺ വഴി, എൻടാങ്കിൾഡ് പാർട്ടിക്കിൾസ് വഴി കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും, ഇൻസ്റ്റൻറ്റേനിയസ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് മെസ്സേജ് എത്താൻ 8 മിനിറ്റ് വേണം. അപ്പോൾ നമ്മൾ കാണുന്ന സൂര്യനെ ഇപ്പോഴത്തെ സൂര്യനല്ല, 8 മിനിറ്റ് മുമ്പുള്ള സൂര്യനാണ്. അതേസമയം എൻടാങ്കിൾഡ് ഫോട്ടോൺ ആണെങ്കിൽ ഇപ്പോൾ കാണുന്ന സൂര്യനെ തന്നെ ഇപ്പോൾ കാണാൻ പറ്റും. എന്ന് പറയുന്ന പോലെ പ്രപഞ്ചശാസ്ത്രത്തിൽ വളരെ വലിയ എടുത്തുചാട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ശാസ്ത്രത്തിൻ്റെ പുരോഗതിയാണ് കാണിക്കുന്നത്. അവസാനം ഇത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്നത് ഈ പ്ലാനിങ് വിദഗ്ധരാണ്, സർക്കാരും ഒക്കെയാണ്. അവരാണിത് ഉപയോഗിക്കേണ്ടത്. അവരെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നത് അനുസരിച്ചിരിക്കും ഈ ക്വാണ്ടം കമ്മ്യൂണിക്കേഷൻ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത്. 1942 അമേരിക്കയിൽ നടത്തിയ ആറ്റം എക്സ്പ്ലോഷൻ്റെ പരീക്ഷണം ഉണ്ടല്ലോ, ഫോർ ദി ഫസ്റ്റ് ടൈം ആറ്റം ബോംബ് എക്സ്പ്ലോഷൻ. അതാണ് 1945 ബോംബ് ഇട്ടത്. അപ്പോൾ 1942 പരീക്ഷണം വളരെ വിജയമായിരുന്നു. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് ഗവൺമെൻറ് ഉപയോഗിച്ചത് ജപ്പാനിൽ അത് എന്ന് പറയുന്ന പോലെ ഈ ക്വാണ്ടം ടെക്നോളജിയുടെ ഗുണങ്ങൾ ധാരാളം മനുഷ്യനന്മയ്ക്കുണ്ട് എങ്കിലും അതിന് വേറെ വിധത്തിലും ആകാം. അത് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്ലാനിങ് ഓഫ്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് എന്താണ് സാർ കാണുന്നത്? ഇന്ത്യയിലേക്ക് എന്തൊക്കെ മുന്നേറാൻ? പറയാം. ഇന്ത്യയിൽ മുമ്പ് ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 2-3 ലബോറട്ടറികൾ ഇതിലുണ്ട്.
ഭാവിയിൽ കേന്ദ്ര ഗവൺമെൻറ് ധാരാളം സാമ്പത്തിക സഹായം ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ, കൂടുതൽ കുട്ടികൾ രണ്ടാമത് ദേ വിൽ ടേക്ക് ക്വാണ്ടം മെക്കാനിക്സ് ആസ് ദെയർ സ്റ്റഡി മെറ്റീരിയലായിട്ട് എടുത്തിട്ട് കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ ഒരു വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത 10-20 വർഷം കൊണ്ട് ഇന്ത്യ വിൽ ബിക്കം far better than any other countries in quantum communication. Thank you, sir. Thank you.